ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നലത്തെ പെർമുട്ടേഷൻ കോമ്പിനേഷനായി ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. വിൽ സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? എല്ലാവരും കൂടുതൽ അറ്റൻഡ് ചെയ്യുക, കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. കാരണം ഈ കണ്ടന്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. ഞാൻ വെറുതെ പറയണതല്ല, നന്നായിട്ട് ശ്രദ്ധിക്കണം. കഴിയണത്ര ഫ്രണ്ട്സിനോട് പറയുക. കാരണം ഇത് ഞങ്ങൾ അത്ര ഒച്ചപ്പാടായിട്ട് നടത്തുന്ന ഒരു ക്ലാസ് അല്ല. കാരണം കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ജെഇ എക്സാം വരെ ക്ലിയർ ആണ്. ഇതിപ്പോൾ ബോർഡ് എക്സാമിനേഷൻ്റെ കണ്ടന്റാണ് ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ച് ഓരോ ടോപ്പിക് വൈസ് ജെഇ കണ്ടന്റ് നമ്മൾ കൊടുക്കും. അതും നിങ്ങൾ കാണുക. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരാളെങ്കിലും, നിങ്ങൾ ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവുമല്ലോ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങോട്ടേക്ക് വെദർ ദേ ആർ ഗോയിങ് ഫോർ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ നോട്ട്, വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നുണ്ടാവും, എന്തെങ്കിലും ആവട്ടെ, ലെറ്റ് ദം സീ ഇറ്റ് അറ്റ് യുവർ ഓൺ പേസ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സൗകര്യമുള്ള സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും ഗുണമുണ്ടാവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ ത്രൂ വാട്സപ്പ് ആൻഡ് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. വിൽ സ്റ്റാർട്ട്. അപ്പം തുടങ്ങല്ലേ മക്കളെ? എല്ലാവരും തുടങ്ങല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ എവിടെ വരെ എത്തിയത്? മൺഡേ ഇത് ചെയ്തു അല്ലേ? 4P3 അല്ല, മൺഡേയിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. 6P4. 6P4ന്റെ വാല്യൂ 6 × 5 × 4 × 3. റൈറ്റ്. ഇത് നമ്മൾ ചെയ്തു. ഓൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഹോംവർക്ക് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ അന്നലെ തന്നെ ചെയ്തു. 6 ഫാക്ടറിയൽ. പിന്നെ ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്. ഫസ്റ്റ് ലെറ്റർ ഇസ് വോവൽ. ഫസ്റ്റ് എത്ര വോവൽ ഉണ്ട്? 2 വോവൽസേ ഉള്ളൂ. മൺഡേയിൽ 2 വോവൽസേ ഉള്ളൂ. അതൊക്കെ 2 വോവൽസ്. ഓ ഒരു വോവലാണ്, എ ഒരു വോവലാണ്. അപ്പോൾ ഫസ്റ്റ് letter can be filled in 2 ways. The remaining letter you can do whatever you please. What is 2 into എത്രയാ ബാക്കിയുള്ള സ്പേസ്? 1, 2, 3, 4, 5 into 5 factorial. സിമ്പിൾ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആണ്. 240. ഇനി നമ്മൾ 10ാമത്തെ ചോദ്യം ചെയ്യാണ്. In how many ways the distinct permutations of the letters Mississippi be arranged so that 4 I's do not come together? Mississippi ആണ് 10ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. മിസിസിപ്പി എന്നുള്ള വേർഡാണ്. You are using the word Mississippi. Mississippi. സ്പെല്ലിംഗ് ഇതാണെന്ന് തോന്നുന്നു. സ്പെല്ലിംഗ് ഇതല്ലെങ്കിൽ കമന്റ് ഇടാം. നിങ്ങൾ കമന്റ് ബോക്സും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുക. കമന്റ് ബോക്സ് ആക്റ്റീവ് ആക്കിയാൽ നിങ്ങൾ കുറേ പേര് അത് കാണും. കുറേ പേര് അത് കണ്ടാൽ കുറേ പേർക്ക് അത് ഗുണം ചെയ്യും. കാരണം ഞങ്ങളത് ഫ്രീ ആയിട്ടല്ലേ നടത്തുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഈ ട്യൂഷൻ സെന്റേഴ്സിനും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റീച്ച് വരും. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യണം. വാട്ട് എവർ ബി, എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ അപ്ഡേറ്റ് ഇറ്റ് വിത്ത് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാമല്ലോ. നിങ്ങൾ വെറും ഞാൻ മാത്രം പറയണു, നിങ്ങൾ കേൾക്കണോ അങ്ങനെ ആവണ്ട. നിങ്ങളും ചോദിക്കാം, നിങ്ങളും എന്തെങ്കിലും സജഷൻസ് പറയുക, അല്ലെങ്കിൽ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയാൽ പോരെ, ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്യണോ, ഓരോ ഡൗട്ട്സ് ചോദിക്കുക. അതൊക്കെ കമൻറ്റ് ബോക്സിൽ ചെയ്തോളൂ കേട്ടോ. സോ ദാറ്റ് യു വിൽ ബി ആക്റ്റീവ് ഇൻ ദാറ്റ്. വെറുതെ പാസീവായിട്ട് കാണരുത്. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് ഡൗട്ട്സിൽ ചോദിക്കുക. ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. പിന്നെ കൂടുതൽ കുറേ മെറ്റീരിയൽ ഒന്നും കണ്ട നല്ല കണ്ടന്റ് ഉള്ള ഒരു ബുക്ക് NCERT നിങ്ങളെ ബൈബിളാക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ബുക്ക് വാങ്ങുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളത് അധ്യാപകരോട് ചോദിക്കുക. ദാറ്റ്സ് ഇനഫ്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും കുറേ ബുക്കൊക്കെ വാങ്ങി പഠിച്ചാൽ. കണ്ടന്റ് നന്നായിട്ട് പഠിക്കുക. NCERT സിലബസ് ബേസ് ചെയ്തിട്ട് അസലായിട്ട് പഠിക്കുക. അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പറയും അതിൻ്റെ എക്സ്ട്രാ വായിക്കണം തോന്നും, അല്ലെങ്കിൽ എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട്സ് ചോദിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്. മിസിസിപ്പി എന്നുള്ള വേർഡ് ഷഫിൾ ചെയ്യണം. ഇതിൽ നോക്കൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ വേർഡ്സും, ഇതെന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഹലോ, ആരും റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കില്ല. ഓക്കെ, മിസിസിപ്പി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ആൾക്കാരുണ്ട്. There are 11 people. Yes, there are 11 people. Thank you. 11 ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 11 ആൾക്കാരും വിത്തൗട്ട് റെപ്പിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുക അത് ചെയ്യാം. വിത്തൗട്ട് റെപ്പിറ്റേഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക അത് ചെയ്യാം. അപ്പം 11 ഫാക്ടോറിയൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഇതിൽ എന്താ ചോദിച്ചത്? 4 I's not coming together. അപ്പോൾ 4 I's
4 i's do not come together. അപ്പോൾ എല്ലാ ഈ 4 ഐ കൂടി ഒരുമിച്ചാക്കാം. 1 2 3 4 ഈ 4 ഐകളെ ഒരുമിച്ചാക്കാം. അപ്പൊ 11 നിന്ന് 4 പോയാൽ 7 ഉണ്ടാവും. അപ്പൊ 7 ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും, 7 അതേഴ്സ്. ഇനി ഇതാണ് ഒറ്റൊന്നാക്കേണ്ടത്. അപ്പൊ ഇത് ഒറ്റൊന്നാക്കുക എങ്ങനെ? 7 7 1 8 പേര്. അപ്പൊ 8 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആവുമായിരുന്നു റിപ്പറേഷൻസ് ഒന്നുമില്ലായിരുന്നെങ്കിൽ, അല്ലെ? ഒന്നുമില്ലായിരുന്നെങ്കിൽ. അപ്പം ഇനി എന്താ ചെയ്യാം? റിപ്പറേഷൻസ് ഇൻകോർപ്പറേറ്റ്. ഇതാണ് ടോട്ടൽ വേസ്. അപ്പൊ വാട്ട് ഇസ് ദ ടോട്ടൽ വേസ്? ടോട്ടൽ വേസ് പറയുന്നത് ഇതായിരിക്കും 11 ഫാക്ടോറിയൽ ബൈ 4 എസ് ഉണ്ട്, അപ്പൊ 4 ഫാക്ടോറിയൽ. പിന്നെ 4 പി ഉണ്ട്, 4 ഐ ഉണ്ട്, 4 ഫാക്ടോറിയൽ. പിന്നെ 2 പി ഉണ്ട്, 2 ഫാക്ടോറിയൽ. ഇനി 4 ഐസ് ടുഗദർ, 4 ഐസ് ടുഗദർ, 4 ഐസ് ടുഗദർ എത്രയുണ്ട് മക്കളെ ഒന്ന് പറയൂ? 8 ഫാക്ടോറിയൽ. കാരണം ഈ 4 ഐ ഒറ്റ ആളായിട്ട് എടുക്കുക. 7 1 8, 8 എണ്ണം ഷഫിൾ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 8 ഫാക്ടോറിയൽ വേസ്. ഇനി 4 എണ്ണം ഷഫിൾ ചെയ്യാം ഇൻ 4 ഫാക്ടോറിയൽ വേസ്. ഡിവൈഡഡ് ബൈ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക റിപ്പറേഷൻസ്. വാട്ട് ഇസ് ദാറ്റ്? 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പം the ways in which 4 i's are not together ആണ് എന്താ ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന്, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ത് സബ്ട്രാക്ട് ചെയ്യുക? ടുഗദർ ആയിട്ടുള്ള വേ സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ഉത്തരം. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡി ആണോ? അപ്പൊ ഇതേ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 4 i's ടുഗദറിന് പകരം 4 s's ടുഗദർ. 4 s's ടുഗദർ ആണെങ്കിലും തന്നെ വരിക. പിന്നെ 2 p's ടുഗദർ അപ്പോഴാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. 2 p's ടുഗദർ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ നിന്ന് നോക്കുക. എന്തൊക്കെയാ? 4 i's ടുഗദർ, 4 s's ടുഗദർ, 2 p's ടുഗദർ. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു, 10ാമത്തെ ചെയ്തു, റൈറ്റ്. ഇനി 11ാമത്തെ. ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെർമുട്ടേഷൻസ് ബി അറേഞ്ച്ഡ് ഇഫ്, ഒന്നാമത്തെ ചോദ്യം, വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. പെർമുട്ടേഷൻസ് എന്നുള്ള വേർഡാണ്. പെർമ്യൂട്ടേഷൻസ് ഇതിൽ തുടക്കുന്നത് പി ആണ്. സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. പിയിൽ എൻഡ് ചെയ്യണം, എസിൽ അവസാനിക്കണം. അപ്പം ഇതിൽ പെർമുട്ടേഷനിൽ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ആൾക്കാർ. 12 പീപ്പിൾ. അതിൽ 2 ആൾക്കാരെ മാറ്റി വെച്ചു. അപ്പൊ ഇവിടെ 10 ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ 10 ആൾക്കാരുണ്ട്. അപ്പൊ 10 ആൾക്കാരുണ്ടെങ്കിൽ ഷഫിൾ ചെയ്താൽ 10 ഫാക്ടോറിയൽ വേസ് അല്ലെ? അപ്പൊ 10 ഫാക്ടോറിയൽ വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദേർ വർ നോ റിപ്പറേഷൻസ്. ഇതിൽ റിപ്പറേഷൻസ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ്? ആരതി. വെരി ഗുഡ്. ആൻസർ ഇസ് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? പെർമുട്ടേഷനിൽ 2 ഇ ഉണ്ടോ? ഇല്ല. 2 ആർ ഉണ്ടോ? ഇല്ല. 2 എം ഉണ്ടോ? ഇല്ല. യു ഉണ്ടോ? ഇല്ല. 2 ടി ഉണ്ട് അല്ലെ? ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ ദിസ് ഇസ് ആൻസർ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. I think this is very simple question, അല്ലേ? Okay. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. This is the first question. Permutations be arranged in all possible ways. How many ways it can be arranged so that it should start with P and it should end with S. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. What is the number of ways in which it will start with a vowel, it will end with a vowel, start with a vowel and end with a vowel, start with a consonant, end with a consonant, start and end with a consonant, vowels are together, consonants are together, പിന്നെ vowels and consonants are separated, no two vowels are together, no two consonants are together. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ചെയ്യാം. മുമ്പ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പ്രൂഫ് ആവും. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? പെർമുട്ടേഷൻസ്. ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തു. അതെ, vowels are together. കണ്ടോ? vowels are together വന്നു, ക്വസ്റ്റ്യൻ വന്നു. ഞാനത് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ പെർമുട്ടേഷൻസിൽ vowels are together. Permutations.
Permutations. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല അല്ലേ? അല്ല നല്ലത് permutations. ഇതിൽ vowels are together. ഇതാണ് രണ്ടാമത്തെ vowels together. അപ്പോൾ അതിൽ vowelsഉം consonantsഉം സെപ്പറേറ്റ് ചെയ്യാം. vowels, consonants. അപ്പോൾ എത്ര vowels ഉണ്ട്? E ഒരു vowel ആണ്, P കോൺസണന്റ് ആണ്, R കോൺസണന്റ് ആണ്, M കോൺസണന്റ് ആണ്, U vowel ആണ്, T കോൺസണന്റ് ആണ്, A vowel ആണ്, T കോൺസണന്റ് ആണ്, I vowel ആണ്, O vowel ആണ്, N കോൺസണന്റ് ആണ്, S കോൺസണന്റ് ആണ്. 3ഉം 4ഉം 7ഉം 3ഉം 10ഉം 2ഉം 12 ആൾക്കാർ, റൈറ്റ്? അപ്പോൾ എല്ലാ വോവലിനെയും കോൺസണൻസിനെയും നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്തു, മാറ്റി. വോവൽസിനെ ഒരു കൂട്ടമാക്കി, കോൺസണൻസിനെ ഒരു കൂട്ടമാക്കി. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യാം. വോവൽസ് ആർ ടുഗെദർ. വോവൽസ് ആർ ടുഗെദർ. വോവൽസ് ടുഗെദർ ആണെങ്കിൽ എത്ര വോവൽസ് ഉണ്ട് മക്കളെ? 5 വോവൽസ് ഉണ്ട്. ബാക്കി കോൺസണൻസ് ആണ്. 4, 3, 7 കോൺസണൻസ് ആണ്. വോവൽസ് ടുഗെദർ ആണെങ്കിൽ ഇത് ഒറ്റ കെട്ടാക്കണം. 7ഉം 1ഉം 8. അപ്പോൾ 8 ഫാക്ടോറിയൽ വുഡ് ഹാവ് ബീൻ ദ ആൻസർ. 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എഴുതാം. ഇതാവുമായിരുന്നു ആൻസർ റെപ്പിറ്റേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ 8 ഫാക്ടോറിയൽ അല്ല 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഉണ്ടാവില്ലേ? 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഉണ്ടാവില്ലേ? ആരതി? അതെ, ആരതി 8 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ അല്ല ആരതി എന്താ പറഞ്ഞത്? 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5. ഓക്കെ, ശരി. 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ശരിയാണ്, ഇതാണ് ആൻസർ. 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ശരി, ഇതാണ് വോവൽസ് ടുഗെദർ. ഇതിപ്പോൾ കോൺസണൻസ് ടുഗെദർ ആണെങ്കിലോ? ഈ ചോദ്യം കോൺസണൻസ് ടുഗെദർ ആണെങ്കിലോ മക്കളെ? കോൺസോണൻസ് ടുഗെദർ. എന്തായിരിക്കും? 7 കോൺസണൻസ് ആണ്, 5 വോവൽസ് ആണ്. അപ്പോൾ 7 കോൺസണൻസിനെ ഒരു കെട്ടാക്കാം. ഈ 5ഉം 1ഉം 6 പേര് അല്ലേ? അപ്പോൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. വളരെ സിമ്പിൾ അല്ലേ ഇത്? വളരെ സിമ്പിൾ അല്ലേ? റൈറ്റ്. ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെ ചോദിക്കാം? എന്തൊക്കെ ചോദിക്കാം ഇതിൽ? വോവൽസ് ആൻഡ് കോൺസണൻസ് സെപ്പറേറ്റ് ചോദിച്ചൂടെ അല്ലേ? ഇത് ബി ആയിക്കോട്ടെ. നമുക്ക് സി ആയിട്ട് എന്ത് ചോദിക്കാം? വോവൽസ് ആൻഡ് കോൺസണൻസ് സെപ്പറേറ്റ്. കോൺസോണൻസ് സെപ്പറേറ്റ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? വോവൽസ് ആർ ടുഗെദർ ആസ് വെൽ ആസ് കോൺസണൻസ് ആർ ടുഗെദർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. അപ്പോൾ 5 വോവൽസ് ഉണ്ട്, 7 കോൺസണൻസ് ഉണ്ട്. ഇതൊരു കെട്ടാക്കുക, ഇതൊരു കെട്ടാക്കുക. അപ്പോൾ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ആ 2 ഫാക്ടോറിയൽ വെട്ടിപ്പോകും, കുഴപ്പമില്ല. ആൻസർ വിൽ ബി 5 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. വോവൽസ് ആൻഡ് കോൺസണൻസ് സെപ്പറേറ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ്? വോവൽസ് ആൻഡ് കോൺസണൻസ് സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇതൊന്ന് ഇതൊന്ന്, അപ്പൊ 2 എണ്ണേ ഉള്ളൂ. മനസ്സിലായ മക്കളെ? 5 വോവൽസും 6 കോൺസണൻസും ആണ്. അല്ല 6 അല്ലേ? 7 കോൺസണൻസാ. 3, 4, 3, 7 ആണ്. ശരിയാണ്. അപ്പൊ 5 വോവൽസും 7 കോൺസണൻസും ആണ്. അപ്പൊ ഇതൊരു എണ്ണാക്കുക, ഇതൊരു എണ്ണാക്കുക. അപ്പൊ 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ 2 ഫാക്ടോറിയൽ വെട്ടാം. ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. ഇനി ഇപ്പൊ ഇതിൽ തന്നെ വേറൊരു ചോദ്യം ചോദിക്കാം. എന്താ? No 2 vowels are together. No 2 vowels are together. No 2 vowels are together ആണെങ്കിലോ? A, B, C, D. No 2 vowels are together. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? No 2 vowels ആണെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം കോൺസണൻസിനെ ഇരുത്തുക അല്ലേ? കോൺസണൻസിനെ ഇരുത്തുക. എത്ര കോൺസണൻസ് ഉണ്ട്? 7 കോൺസണൻസ്. 1, 2, 3, 4, 5, 6, 7 കോൺസണൻസ്. It can be done in 7 factorial ways. ഇനി 1, 2, 3, 4, 5, 6, 7, 8 സ്പേസിന്റെ എത്ര വോവൽസിന് ഇരിക്കാൻ? 4 വോവൽ അല്ല 5 വോവൽസിന് ഇരിക്കാൻ. ഓ എ ഇ ഐ ഒ യു എല്ലാവരും ഉണ്ട് ഇതിൽ. എ ഇ ഐ ഒ യു എല്ലാ വോവൽസും ഉള്ള സാധനമാണിത്. നമ്മൾ ഇക്വേഷൻ പോലെയാണ് അല്ലേ? അപ്പോൾ ഇതിൽ 7
കോൺസ്റ്റൻസ് ഉണ്ട്. 7 കോൺസ്റ്റൻസ് 7 ഫാക്ടൽ വേസ്. 7 കോൺസ്റ്റൻസിന്റെ ഇടയിൽ എത്ര സ്പേസ് ഉണ്ട്? 8 സ്പേസ് ഉണ്ട്. 8 സ്പേസിൽ എത്ര വവൽസ് ആയിരിക്കുന്നത്? 5 ആൾക്കാരുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി 8p5 അല്ലേ? 8p5. ഇനി അവസാനം ഇൻകോപ്പറേറ്റ് ചെയ്യുക റിപ്പറേഷൻസ് എത്രയാണ്? 2 ഫാക്ടൽ. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യു ഡു ആസ് ഇഫ് ദർ ഇസ് നോ റിപ്പറേഷൻ. റിപ്പറേഷൻസ് ഒന്നുമില്ലെങ്കിൽ എന്താണോ ചെയ്യുക അത് ചെയ്യാം. എന്നിട്ട് അവസാനം ഇൻകോപ്പറേറ്റ് ദ റിപ്പറേഷൻസ്. അതാണ് എപ്പോഴും നല്ലത്. 7 ഫാക്ടൽ ഇൻറ്റു 8p5 ഡിവൈഡഡ് ബൈ 2 ഫാക്ടൽ. അത് എഴുതാൻ മറക്കരുത്. ആരോൺ 7 ഫാക്ടൽ ഇൻറ്റു 8p5 മാത്രമല്ല ബൈ 2 ഫാക്ടൽ വേണം. കാരണം 2 3 ഉണ്ടല്ലോ. അപ്പോൾ ബൈ 2 ഫാക്ടൽ വേണം. ആരോൺ മനസ്സിലായോ? ആരോൺ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ബൈ 2 ഫാക്ടൽ കൂടി വേണം. 8 ഫാക്ടൽ ഇൻറ്റു 8p5 ബൈ 2 ഫാക്ടൽ വേണം. കാരണം റിപ്പറേഷൻസ് ഉണ്ട്. അപ്പം റിപ്പറേഷൻസ് അവസാനം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റിപ്പറേഷൻസ് അവസാനം. ആദ്യം നിങ്ങൾ റിപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണോ ചെയ്യുക അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവസാനം ഇൻകോപ്പറേറ്റ് ദ റിപ്പറേഷൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നോ ടു കോൺസണൻസ് ടുഗദർ ആണെങ്കിലോ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ നോ ടു കോൺസണൻസ് ടുഗദർ ആണെങ്കിൽ വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ്? ഞാനത് ഡിസ്കസ് ചെയ്താണ് ഇന്നലെ. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയും. ഒന്ന് പറയൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ. നോ ടു വോവൽസ് ടുഗദറിന് പകരം നോ ടു കോൺസണൻസ് ടുഗദർ ആണെങ്കിൽ what will be our answer? 0. വെരി ഗുഡ്. അഭിനവന് മനസ്സിലായില്ല. എല്ലാവർക്കും മനസ്സിലായോ 0? ഓക്കെ, കുറേ പേര് 0 പറയണ്ട. ബാക്കിയുള്ളവർക്ക് 0 മനസ്സിലായി വിചാരിക്കണം. അതായത് കോൺസണൻസിന് എടുത്താണെങ്കിൽ ആദ്യം നോ ടു കോൺസണൻസ് ആണെങ്കിൽ ആദ്യം വോവൽസിനെ എടുത്തിട്ടുണ്ട്. വോവൽസ് ആകെ 5 പേരേ ഉള്ളൂ. 5 പേരാകുമ്പോൾ 6 സ്പേസേ ഉണ്ടാവുള്ളൂ. 6 സ്പേസിൽ 7 ആൾക്കാർക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 0 വേസ് ആണ്. ദർ ഇസ് no possibility of having the way in which no two vowels, no two consonants are together. അപ്പോൾ അതും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇനി അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ vowels are together നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ കുറേ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു. There are always 4 letters between P and S. P-ൻ്റെ എസിൻ്റെ ഇടയിൽ ആകെ 4 ലെറ്റേഴ്സേ ഉണ്ടാവും. P-ൻ്റെ എസിൻ്റെ ഇടയിൽ 4 letters, only 4 letters between P and S. P-ൻ്റെ എസിൻ്റെ ഇടയിൽ 4 ലെറ്റേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. എവിടെ വേണമെങ്കിലും ആവാം. പിയും എസും അവസാനം ആവണം, ആദ്യം ആവണം നിർബന്ധമില്ല. പിയും എസും തുടക്കമാവണം നിർബന്ധമില്ല. തുടക്കവും അവസാനം ആവണം നിർബന്ധമില്ല. P-ൻ്റെ എസിൻ്റെ ഇടയിൽ 4 ആൾക്കാരെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഇത് നല്ല ചോദ്യമാണ്, ശ്രദ്ധിക്കണം. നോക്കൂ, എന്താ നിങ്ങൾ ചെയ്യേണ്ടത് പറയൂ. ആദ്യം പിയും എസും എടുക്കാം. ഇതിൻ്റെ ഇടയിൽ 4 ആൾക്കാർ വേണം. 1 2 3 4 ആൾക്കാർ. ഇതിപ്പോ ഇങ്ങനെയാവാം. പിയും എസും ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ എസും പി ആവാം അല്ലേ? ഇങ്ങനെയാവാം. അപ്പൊ പി എസും തിരിക്കാം, മറക്കാം. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 2 ways. അപ്പൊ ഞാനിത് എഴുതുന്നില്ല. പി എസ് ഇങ്ങനെ വെക്കാം, എസ് പി ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇതിനെ ഒരു കെട്ടാക്കാം. ഇതിനൊരു കെട്ടാക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിയും എസും മാറ്റി. അപ്പൊ ആകെ പെർമുട്ടേഷനിൽ 12 ആൾക്കാരേ ഉള്ളു. 12 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ മാറ്റി. ആരൊക്കെയാ 2 ആൾക്കാര്? പിയും എസ്. ഇപ്പൊ 10 ആൾക്കാരുണ്ട്. ഈ 10 ആൾക്കാരിൽ 4 ആൾക്കാര്, ആകെ എത്ര ആൾക്കാരാ? 12 ആൾക്കാരല്ലേ? പെർമുട്ടേഷനിൽ 12 ആൾക്കാരല്ലേ മൊത്തം? 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 ആൾക്കാരാണ്. 12 ആൾക്കാരാണ്. 12 ആൾക്കാരിൽ നിന്ന് പിയും എസും മാറ്റാം. 12 ആൾക്കാരിൽ നിന്ന് പിയും എസും മാറ്റി. ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാരുണ്ട്. ഈ 10 ആൾക്കാരിൽ ഇവിടെ 4 ആൾക്കാരെ വെക്കാം. 10 ആൾക്കാരിൽ 4 ആൾക്കാരെ ഇങ്ങനെ വെക്കാം. This can be filled in 10 ways. This can be filled in 9 ways. This can be filled in 8 ways. This can be filled in 7 ways. അല്ലേ? 7 ways. റെഡി അല്ലേ? 9p4 ആണോ 10p4 ആണോ? 10p4 അല്ലേ അജു? അതെ, ശരിയാണ്. 10p4 ആണ്. അപ്പൊ ഇത് 10p4 ആണ്. ഈ സാധനം എന്താ മക്കളെ? 10p4 ആണ്.
ഇനി പിയും എസും ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇൻറ്റു 2. ഇതാണ് ഇതിൻ്റെ പെർമുട്ടേഷൻ. മനസ്സിലാവുണ്ടോ? ഇനി അപ്പം എത്ര ആൾക്കാർ പോയി? ഇപ്പം 1, 2, 3, 4, 5, 6 ആൾക്കാർ പോയി. 12 ആൾക്കാരിൽ നിന്ന് 6 ആൾക്കാർ പോയി. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാർ പുറത്തുണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 ആൾക്കാർ, 6 ലെറ്റേഴ്സ് അല്ലേ? അപ്പം ഇത് ഒറ്റ ബഞ്ചായിരിക്കണം. ഇത് ഒറ്റ ബഞ്ചായിരിക്കണം. അപ്പൊ 6 ലെറ്റേഴ്സ് പ്ലസ് ദിസ് ബഞ്ച്. അപ്പൊ എന്താ? 6 + 1. 6 + 1 എത്രയാ? 7. അപ്പൊ അത് ഷഫിൾ ചെയ്യാം. ഇത് ഒറ്റ ഒന്നായിട്ട് വയ്ക്കാം. ടേക്ക് ദിസ് ആസ് 1. ഇത് ഒറ്റ ഇൻഡിറ്റ്, അത് ഒറ്റ ഒന്നാക്കാം. ഓർമ്മയുണ്ടാവും 5 boys 6 girls ചെയ്ത് ഓർമ്മയില്ലേ? അപ്പൊ യു ടേക്ക് ദിസ് ആസ് 1. ഇത് ഒറ്റ ഒന്നായിട്ട് എടുക്കാം. 6 ഉം 1 ഉം 7 പേര്. 7 പേര് ഷഫിൾ ചെയ്യാം. 7 factorial. പിന്നെ ഇത് എത്രത്തിൽ ഷഫിൾ ചെയ്യാം? ഇത് 7 factorial into 10p4 into 2. ഇതാണ് ഉത്തരം. ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്നുകൂടി ക്ലിയർ ആവാത്തവർക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം 12 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ എടുത്തു, പിയും എസ്. അത് ഇവിടെ വെക്കാം. പിയും എസും ഇവിടെ വെക്കാം, ഇവിടെ എസും ഇവിടെ പിയും വെക്കാം. അതാണ് ഈ 2 ways. പിന്നെ ഈ 4 സ്പേസിൽ 12 ആൾക്കാരിന് ഈ പിയും എസും പോയാൽ ബാക്കി 10 ആൾക്കാരുണ്ടാവും. ഈ 10 ആൾക്കാരെ 4 എണ്ണം ഇവിടെ വെക്കാം. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 9, 10p4 ways. This can be filled in 10p4 ways. അപ്പോൾ ഇത് ഒറ്റ ബഞ്ചായിട്ട് എടുക്കാം. അപ്പോൾ ദിസ് ക്യാൻ ബി, അപ്പോൾ ഇത് ഒന്നായിട്ട് എത്രത്തിൽ പറ്റും? 10p4 into 2 waysലാണ് ഈ ബഞ്ച് ഷഫിൾ ചെയ്യാൻ പറ്റുക. ഇത് ഒറ്റ കെട്ടായിട്ട് എടുക്കാം. പിന്റെയും എസിൻ്റെ ഇടയിൽ 4 ആൾക്കാരുണ്ടല്ലോ ഇവിടെ. യു ടേക്ക് ദിസ് ആസ് വൺ എൻറ്റിറ്റി. നമ്മൾ 5 boys 6 girls വരുമ്പോൾ 6 boys together ആകുമ്പോൾ ബോയ്സ് എല്ലാം കൂടി ഒന്നായിട്ട് എടുക്കില്ലേ? അപ്പോൾ ഇത് ഒറ്റ ഒന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇത് കൂടാതെ ബാക്കി എത്ര ആൾക്കാരുണ്ട്? ഇതിൽ എത്ര ആൾക്കാർ പോയി? 1, 2, 3, 4, 5, 6 ആൾക്കാർ പോയി. അപ്പോൾ 12 നിന്ന് 6 ആൾക്കാർ പോയാൽ ബാക്കി 6 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ 6 ആൾക്കാരും ഈ ബഞ്ച് കൂടി ആണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. ഈ ബഞ്ചിനെ നമ്മൾ ഒറ്റ ആളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6ഉം 1ഉം 7 ആൾക്കാർ ഷഫിൾ ചെയ്യാം. 7 factorial. പിന്നെ ഇത് എത്രത്തിൽ ഷഫിൾ ചെയ്യാം? 10p4 into 2 ആണ്. അപ്പോൾ ദിസ് ഇസ് യുവർ ആൻസർ. 7 factorial into 10p4 into 2. അത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി സിംപ്ലിഫൈഡ്. അത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ നമ്പറാണ്, അതുകൊണ്ട് സിംപ്ലിഫൈ ഒന്നും വേണ്ട. ഓഫ് കോഴ്സ് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഉണ്ടാവും, പക്ഷേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യില്ല. 10p4 വലിയ വാല്യൂ ആണ്. 7 factorial തന്നെ വലിയ വാല്യൂ ആണ്. 10p4 ആയാലും വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് അത് സിംപ്ലിഫൈ ചെയ്യും. ദാറ്റ്സ് ആൻസർ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, റൈറ്റ്. പിൻ്റെ എസിൻ്റെ ഇടയിൽ 4 ഡിജിറ്റ്. അപ്പം ഞാനിത് എന്താ പറയുക, ഇതൊന്ന് ഇംപ്രവൈസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പരീക്ഷയ്ക്ക് ചിലപ്പം അത് ഇംപ്രവൈസ് ചെയ്ത് ചോദിച്ചുകൂടാന്നില്ല. ഇപ്പോൾ പിൻ്റെ എസിന് 4 ലെറ്റേഴ്സ് ഉള്ളപ്പോൾ എല്ലാ വേസാണ് ചോദിച്ചത്. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. പിൻ്റെ എസിൻ്റെ ഇടയിൽ 5 ലെറ്റേഴ്സ് വെക്കണമെങ്കിൽ വാട്ട്സ് ദ ടോട്ടൽ നമ്പർ വേസ് ഒന്ന് പറയും. പിൻ്റെ, അതായത് 5 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. നിങ്ങൾ ഇപ്പം ഒന്ന് ചെയ്യാൻ നോക്കൂ. 5 letters. How many ways permutation can be arranged so that there are 5 letters between P and S? അപ്പോൾ ഇവിടെ P ഉണ്ട്. ഇതാണ് P. 5 letters. 1, 2, 3, 4, 5. ഇവിടെയാണ് S. ഇതൊരു ബഞ്ചാണ്. You have to take this as a bunch. 5 factorial into very good. അപ്പോൾ മനസ്സിലായി, അടിപൊളി കുട്ടികളാണല്ലോ നിങ്ങൾ. വെരി ഗുഡ്. അതാണ് ചെയ്യേണ്ടത്. അതാണ് ട്രെൻഡ്. എന്താ നിങ്ങൾ ചെയ്യേണ്ട മക്കളെ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വെരി ഗുഡ്. പി എസ് ക്യാൻ ബി ഡൺ ഇൻ 2 ways. ബാക്കി 10 ആൾക്കാരുണ്ട്. 12 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാർ പോയി. 10 ആൾക്കാർ 1, 2, 3, 4, 5 10p5 അല്ലേ? 10p5. അപ്പൊ ഇതാണ് ഇതിന്റെ നമ്പർ ഓഫ് വേ. അപ്പം 10ഉം അപ്പൊ ഇതിൽ എത്ര ആൾക്കാരായി? 1, 2, 3, 4, 5, 2, 7 ആൾക്കാർ. 12 നിന്ന് 7 ആൾക്കാരെ കളയാം. 12 നിന്ന് 7 ആൾക്കാർ കളഞ്ഞാൽ ബാക്കി 5 ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ 5 ലെറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ 5 ലെറ്റേഴ്സും പിന്നെ ഈ ബഞ്ചും. അഭിനവ് 5 അല്ല 5 അല്ലല്ലോ. എനിവേ താങ്ക് യു ഫോർ യുവർ. അതെ, വെരി ഗുഡ്. ശ്രദ്ധ നസറിൻ ശരിയാണ്. അഭിനവ് ഒന്ന് ശ്രദ്ധിക്കൂ, 5 ഫാക്ടോറിയലാണോ? അതെ, വെരി ഗുഡ്. അതായത് നോക്കൂ, ബാക്കി 5 ആൾക്കാരല്ലേ, ഇവിടെ 5 ലിറ്റേഴ്സ് ആണ്. അപ്പൊ 5ഉം ഈ പെട്ടിയും കൂടി കൂടണം. അതായത് ഇതിനെ ഒറ്റൊന്നായിട്ട് എടുക്കണം. പിന്റെ എസിന്റെ ഇടയിൽ 5 ആൾക്കാരാണ് വേണ്ടത്. അപ്പൊ ഈ 5 ലിറ്റേഴ്സും പിന്നെ ഈ ബഞ്ചും. അപ്പൊ 5 + 1 ഇത് ഒന്നായിട്ട് എടുക്കണം. യു ടേക്ക് ദിസ് ആസ് 1. അപ്പൊ 5 + 1 6 ഷഫിൾ ചെയ്യാം, 6 ഫാക്ടറിയൽ. പിന്നെ ഇത് എത്ര ഷഫിൾ ചെയ്യാം? ഇൻറ്റു 2 ഇൻറ്റു 10p5. ഒന്ന് കമന്റ് ചെയ്യോ, ഇത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്റെ എസിൻ്റെ ഇടയിൽ 6 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എത്രയാണ് നോക്കുക, പിന്റെ എസിൻ്റെ ഇടയിൽ 7 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എത്രയാണ് നോക്കുക. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. 11ാമത്തെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താ നോക്കാം. അപ്പോൾ ഇതോടെ നമ്മൾ പെർമുട്ടേഷൻസ് ഉള്ള ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ കോമ്പിനേഷനിലേക്ക് പോവാണ്. പെർമുട്ടേഷൻസ് ഉള്ള എല്ലാ ചോദ്യം ചെയ്തു. അപ്പോൾ എന്താ പെർമുട്ടേഷൻ്റെ നമ്മൾ മനസ്സിലാക്കിയത്? പെർമുട്ടേഷനുള്ള ആ ഭാഗത്ത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽ അക്കൗണ്ടിങ്, എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ, ഫാക്ടോറിയൽ നൊട്ടേഷൻ്റെ സ്വഭാവങ്ങൾ, പ്രോപ്പർട്ടീസ്, പിന്നെ എന്താണ് NPR. NPR എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് എൻട്രിങ്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം ആണ്. NPRന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, NPRന്റെ വാല്യൂ എന്താണ്, n ഫാക്ടറൽ ബൈ n - r ഫാക്ടറൽ ആണ്. അതിൽ 6 ഒരിക്കലും n-നേക്കാൾ കൂടാൻ പാടില്ല. 6 0 തൊട്ടിട്ട് n വരെ പോവാം. n നാച്ചുറൽ നമ്പർ ആവണം. പിന്നെ എന്താണ് NPR മീൻസ് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ ആർ എ ടൈം. നമ്മൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് കോമ്പിനേഷൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കോമ്പിനേഷൻസ് ആണ്. Next, combinations. Combinations. ഈ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിലെ കോമ്പിനേഷൻ അവസാനത്തെയാണ്. അപ്പോൾ കോമ്പിനേഷൻസ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മളോട്. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള സന്ദർഭത്തിലൊക്കെ പെർമുട്ടേഷൻസ് ഉപയോഗിക്കാം. കമ്പൈൻ, സെലക്ഷൻ ഒക്കെ വരുമ്പോൾ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ചെറിയൊരു എക്സാമ്പിൾ. നമുക്ക് 3 ആൾക്കാരുണ്ട് വിചാരിച്ചു. സപ്പോസ് 2-3 people. 3 ആൾക്കാരുണ്ട്. And you want to make them sit on 2 chairs. ഇയാളുടെ പേര് A ആണ്, ഇയാളുടെ പേര് B ആണ്, ഇയാളുടെ പേര് C ആണ്. Suppose you want to make them sit on 2 chairs. 3 പേരെ 2 ചെയറിൽ എത്രത്തിൽ ഇരുത്താം? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. You have 3 people. How many ways you can make them sit on 2 chairs? First chair can be filled with any of the 3 persons in 3 ways. Second chair can be filled in 2 ways. Very good. The total number of ways is 3 into 2. It is equal to 6. It is nothing but 3p2. 3p2 ആണ്. ഈ 6 ways ഞാൻ ലിസ്റ്റ് ചെയ്യാണ്. AB ഇതൊരു വേ ആണ്. AB പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. AB പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ, ഇതാണ് AB. BC പറഞ്ഞാൽ ഇതാണ്. AC പറഞ്ഞാൽ ഇതാണ് AC. അപ്പോൾ അങ്ങനെ 3 വേ അല്ലേ? AB, പിന്നെയോ BC, പിന്നെ AC. പിന്നെ എന്തുണ്ടാവും? 6 വേ അല്ലേ? അപ്പൊ ABനെ തിരിച്ചിടാം, ഇങ്ങനെ തിരിച്ചിടാം BA. BCനെ നമുക്ക് തിരിച്ചിടാം CB. ACനെ നമുക്ക് തിരിച്ചിടാം CA. അപ്പോൾ 1, 2, 3, 4, 5, 6. There will be 6 ways. ഓക്കെ അല്ലേ? സപ്പോസ് അപ്പൊ 3 പേരെ 2 ചെയറിൽ 6 വിധത്തിൽ ഇരുത്താൻ പറ്റും.
അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ 3 പേരിൽ നിന്ന് സപ്പോസ് യു വാണ്ട് ടു സെലക്ട് 2 people from 3. 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ആ സമയത്ത് AB എന്നുള്ള സെലക്ഷനും BA എന്നുള്ള സെലക്ഷനും ഒന്നാണ്. എനെയും ബിനെയും സെലക്ട് ചെയ്യുക പറയുന്നതും ബിനെയും എനെയും സെലക്ട് ചെയ്യുക പറയുന്നത് ഒരേ സെലക്ഷനാണ് അല്ലേ? അതേപോലെ BC പറഞ്ഞ ഒരു സെലക്ഷനും BC പറഞ്ഞ സെലക്ഷനും CB എന്നുള്ള സെലക്ഷനും സെയിം ആണ്. അതേപോലെ AC എന്നുള്ള സെലക്ഷനും CA എന്നുള്ള സെലക്ഷനും സെയിം ആണ്. അപ്പോൾ ആക്ച്വലി എത്ര സെലക്ഷൻസേ ഉണ്ടാവുള്ളൂ? 3 സെലക്ഷൻസേ ഉണ്ടാവും. അപ്പോൾ ആൻസർ വിൽ ബി ഓൺലി 3 സെലക്ഷൻസ്. ഇറ്റ് ക്യാൻ ബി ഡൺ in 3 ways. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ്, അപ്പം 3 പേരെ 2 വീതം 2 അറ്റ് എ ടൈം എടുത്തിട്ട് പെർമ്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് 6 ആണ്. പക്ഷേ 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്ന, അതായത് ഇഫ് യു കമ്പൈൻ 3 things taken 2 at a time, അങ്ങനെയാണെങ്കിൽ വി കോൾ ഇറ്റ് ദർ ഇസ് ഓൺലി 2. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 2 ഉള്ളൂ. അപ്പോൾ 3 പെയിന്റ് ഉണ്ട്. 1:1 റേഷ്യോയിൽ എത്ര വിധത്തിൽ 2 എണ്ണം വെച്ചിട്ട് എത്ര വിധത്തിൽ മിക്സ് ചെയ്യാം? 3 വിധത്തിലേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 3 പെയിന്റ് ഉണ്ട്, 2 എണ്ണം വെച്ചിട്ട് എത്ര വിധത്തിൽ ഈ 2 കള്ളിയിൽ അടിക്കാം? ഈ 2 കള്ളിയിൽ പെയിന്റ് അടിക്കണം. 3 പെയിന്റ് ഉണ്ട്, എത്ര വിധത്തിൽ അടിക്കാം? 6 വേസിൽ അടിക്കാം. This കള്ളി can be filled in 3 ways. This കള്ളി can be filled in 2 ways. 3 to 6 ways. പക്ഷേ 3 പെയിന്റ് ഉണ്ട്, 2 എണ്ണം അറ്റ് എ ടൈം എടുത്തിട്ട് എത്ര വിധത്തിൽ മിക്സ് ചെയ്യാം? 1:1 റേഷ്യോയിൽ 3 ways. അത് കോമ്പിനേഷനാണ്. അപ്പോൾ 3 different things can be combined, taken 2 at a time. It is 3C2 ways. We call it 3C2. ഇതിനെ വിളിക്കുന്ന പേരാണ് 3C2. അപ്പോൾ 3P2 ഇതിനെ വിളിക്കുന്ന പേരാണ് 3P2. അപ്പോൾ 3P2 പറഞ്ഞാൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഓഫ് 3 things taken 2 at a time. 3C2 പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 things taken 2 at a time. Clear അല്ലേ? 3P2 പറഞ്ഞാൽ you are arranging, you are permuting 3 things taken 2 at a time. 3C2 പറഞ്ഞാൽ you are combining, you are selecting 2 people from 3 people, അല്ലെങ്കിൽ you are combining 3 things taken 2 at a time. അപ്പോൾ അതാണ് NPR. അപ്പോൾ 3P2ന്റെ പ്രത്യേകത എന്താ? 3P2 പറയുന്നത് ഇറ്റ് ഈസ് 3C2 പറയുന്നത് എന്താ? 3P2 നമ്മൾ ഡിസ്കസ് ചെയ്തു. 3C2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? It is a number of ways, 3 different things can be combined. P2 ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? Can be arranged അങ്ങനെ പറഞ്ഞത്. ഇവിടെ C2 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? Combine, taken 2 at a time. അപ്പം 3 things arranged taken 2 at a time 3P2 ആണ്. 3 things combined taken 2 at a time 3C2 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 3C2 3P2നേക്കാൾ ചെറുതായിരിക്കും. കോമ്പിനേഷൻ എപ്പോഴും ചെറുതായിരിക്കും. 3P2നേക്കാൾ പെർമുട്ടേഷൻ അറേഞ്ച്മെന്റ് എപ്പോഴും കൂടുതലായിരിക്കും കോമ്പിനേഷനേക്കാൾ. കമ്പൈൻ ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇതന്നെ കാരണം. എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇതന്നെ കാരണം കണ്ടോ? ABയും BAയും ഒന്നാവും, BCയും CBയും ഒന്നാവും, ACയും CAയും ഒന്നാവും. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ കുറയും. അപ്പം 3P2 പറഞ്ഞാൽ 6 ആണ്, 3C2 പറഞ്ഞാൽ 3 ഉള്ളൂ. അപ്പോൾ എത്രയാണ് കുറയച്ചാൽ ഇവിടെ നമ്മൾ പറയും പകുതിയാണ് കുറയണത്. 6ന് 3 അപ്പോൾ പകുതി എന്ന് പറയാൻ പാടില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് എങ്ങനെയാണത് കുറയുന്നത് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം നമുക്ക് 4 ആൾക്കാരുണ്ട് ചോളൂ. സപ്പോസ് യു ഹാവ് 4 people, എയും ബിയും സിയും ഡിയും 4 ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾ എയും ബിയും സിയും ഉണ്ട്. അതിൽ 4 യു ആർ arranging them in taken 3 at a time. 4 ആൾക്കാരെ അറ്റ് എ ടൈം 3 എണ്ണം വെച്ച് അറേഞ്ച് ചെയ്യാൻ how many ways? It is 3P4 4P3
4p3 അല്ലേ? It is 4p3 അല്ലേ? 4p3 ആണ്. It is the permutations of 4 things taken 3 at a time. But actually in the 4p3 value 4 into 3 into 2. 4 into 3 into 2 എത്രയാണെന്ന് നമുക്കറിയാം, 24 ആണ് അല്ലേ? അപ്പോൾ ആ 24 വേസ് ഞാൻ ലിസ്റ്റ് ചെയ്യണേ. നോക്കൂ, ABCD BCD ACD ABD ഇത് വീണ്ടും പെർമ്യൂട്ട് ചെയ്തിട്ട് 6 വേ ഉണ്ടാവും, 3 ഫാക്ടോറിയൽ വേസ്. ഇത് വീണ്ടും പെർമ്യൂട്ട് ചെയ്തിട്ടുള്ള 6 വേസ് ഉണ്ടാവും. ഇത് വീണ്ടും പെർമ്യൂട്ട് ചെയ്തിട്ടുള്ള 6 വേസ് ഉണ്ടാവും. ഇത് വീണ്ടും പെർമ്യൂട്ട് ചെയ്തിട്ടുള്ള 6 വേസ് ഉണ്ടാവും. മൊത്തം എത്ര വേസ് ഉണ്ടാവും? 24 വേസ് ഉണ്ടാവും. മക്കളെ ഇത് മനസ്സിലായോ? ഈ 24 വേ ഞാൻ ലിസ്റ്റ് ചെയ്തതാണ്. എയും ബിയും സിയും ഡിയും പെർമ്യൂട്ട് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാണ്. ടേക്കൺ 3 at a time ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ അറേഞ്ച്മെന്റ് ഉണ്ടാവുക? ABC ഒരു 6 വേ ഉണ്ടാവും, BCD ഒരു 6 വേ ഉണ്ടാവും, ACD ഒരു 6 വേ ഉണ്ടാവും, ABD ഒരു 6 വേ ഉണ്ടാവും. ഇത് എളുപ്പം ആലോചിക്കാൻ മതി. ABC ആകുമ്പോൾ അതിൽ ഡി ഇല്ല, ഇതിൽ എ ഇല്ല, ഇതിൽ ബി ഇല്ല, ഇതിൽ സി ഇല്ല. അപ്പോൾ അങ്ങനെ 6 6 6 6 12 12 24 വേ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യുകയാണെങ്കിലോ, സപ്പോസ് യു ആർ കമ്പൈൻ, വാട്ട് ഈസ് 4C3? എന്തായിരിക്കും 4C3? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? Suppose you are selecting, suppose you are combining 4 different things taken 3 at a time. അപ്പോൾ 4 ways ഉണ്ടാവുള്ളൂ. വെരി ഗുഡ്, 4 ways ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഇത് മൊത്തമായിട്ട് ഒരു വേ ആവും, ഒരൊറ്റ കോമ്പിനേഷൻ ആവും അല്ലേ? ഈ ABC വരണം, BCA വരണം, CAB വരണം, ACB വരണം, ഒക്കെ ഒറ്റ സെലക്ഷൻ ആവും, ഒറ്റ കോമ്പിനേഷൻ ആണ്. ABC BCA CAB ഒക്കെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ്, പക്ഷെ ഒറ്റ കോമ്പിനേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വേ ഉണ്ടാവും, ഇവിടെ ഒരു വേ ഉണ്ടാവും, ഇവിടെ ഒരു വേ ഉണ്ടാവും, ഇവിടെ ഒരു വേ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ എന്താണ് 4C3 പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? 4C3 പറഞ്ഞാൽ 4 വേസ് ആയിരിക്കും. ദർ വിൽ ബി ഓൺലി 4 വേസ്. അപ്പം 4p3 പറഞ്ഞാൽ 24 ആണ്, 4C3 പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ കണ്ടോ, കുറേ കുറഞ്ഞു. അപ്പോൾ എത്രയാ കുറയുക ആക്ച്വലി? എന്തായാലും 4p3 എത്രത്തോളം 4C3 എത്രത്തോളം കുറവാണ്? അറ്റ് എ ടൈം നോക്കൂ, അറ്റ് എ ടൈം എത്ര എടുക്കുന്നുണ്ടോ, ഇവിടെ അറ്റ് എ ടൈം എത്രയാ? 3 എണ്ണം എടുക്കുന്നത്. അറ്റ് എ ടൈം എത്ര എടുക്കുന്നുണ്ടോ അത്ര ഫാക്ടോറിയൽ ടൈംസ് ബിഗർ ആയിരിക്കും അറേഞ്ച്മെന്റ് കോമ്പിനേഷനേക്കാളും. അപ്പൊ ഇവിടെ നോക്കൂ, അറ്റ് എ ടൈം 3 എണ്ണം എടുക്കുന്നത്. അപ്പൊ 4C3 into 3 ഫാക്ടോറിയൽ ആയിരിക്കും എന്ത്? 4p3. അറ്റ് എ ടൈം എത്ര എടുക്കുന്നുണ്ടോ അത്ര ഫാക്ടോറിയൽ ടൈംസ് ബിഗർ ആയിരിക്കും സെലക്ഷൻ കോമ്പിനേഷനേക്കാൾ, അല്ല പെർമുട്ടേഷൻ കോമ്പിനേഷനേക്കാൾ. പെർമുട്ടേഷൻ എപ്പോഴും പെർമുട്ടേഷൻ എപ്പോഴും ബിഗർ ആയിരിക്കും, അറേഞ്ച്മെന്റ് എപ്പോഴും ബിഗർ ആയിരിക്കും. അറേഞ്ച്മെന്റ് എത്ര ബിഗർ ആയിരിക്കും? അറ്റ് എ ടൈം എത്ര എടുക്കുന്നുണ്ടോ അത്ര ഫാക്ടോറിയൽ ടൈംസ് ബിഗർ ആയിരിക്കും കോമ്പിനേഷനേക്കാൾ പെർമുട്ടേഷൻസ്. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? അതിന്റെ ലോജിക്ക് മനസ്സിലായോ? പെർമുട്ടേഷൻ എന്താ പറയാ, 4p3യും 4C3യും കൂടി കമ്പയർ ചെയ്യുമ്പോൾ 4p3 ആണ് ബിഗർ, 4C3 ആണ് സ്മോളർ. 4C3 കോമ്പിനേഷൻ ആണ്. അപ്പോൾ 4C3 4p3 തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അറ്റ് എ ടൈം എത്ര എടുക്കുന്നുണ്ടോ അത്ര ഫാക്ടോറിയൽ ടൈംസ് ബിഗർ ആയിരിക്കും കോമ്പിനേഷൻ പെർമുട്ടേഷൻ കോമ്പിനേഷനേക്കാൾ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സാധനം ഡിഫൈൻ ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് NCR? NCRന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ ബൈ NCR? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് NPR? Permutations of n things taken r at a time ആണ്. What is the meaning of NCR? It is the number of combinations. Number of combinations. Combinations of n different things. Different ആവണം. n different things. ആ n thingsum different ആവണം. n things taken or at a time.
R at a time. NCR. അപ്പോൾ NCR എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആണ്. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടി റിഗാർഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കേസിൽ നോക്കൂ, 4P3 പറഞ്ഞാൽ it is a arrangement of 4 things taken 3 at a time ആണ്. 4C3 പറഞ്ഞാലോ number of combinations of 4 things taken 3 at a time ആണ്. We can also regard it as selection of 3 from 4. Selection of 3 things from 4 things. 4 things നിന്ന് 4 ആൾക്കാരിൽ നിന്ന് 3 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വേസും ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വിചാരിക്കാം? This is also equal to number of ways one can select, number of ways of selection of R things, number of ways of selection of R things from മനസ്സിലുണ്ടോ? n things എന്ന് R things സെലക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് ആണ് NCR. എന്തായിരിക്കും NCRും NPRും തമ്മിൽ ബന്ധം? NCRനെ അറ്റ് എ ടൈം R ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? NPRന്റെ വാല്യൂ കിട്ടും. ഇതാണ് NCRും NPRും തമ്മിലെ ബന്ധം. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ you make a formula for NCR. അപ്പോൾ NCRന്റെ ഫോർമുല എന്തായിരിക്കും മക്കളെ? എന്താണ് ഫോർമുല? NCRന്റെ ഫോർമുല NCR is equal to എന്തായിരിക്കും NCR into R factorial ആണ് NPR. അപ്പോൾ NCR is NPR by R factorial, or you can say NCR equals NPRന്റെ വാല്യൂ നമുക്കറിയാം n factorial by n minus R factorial ആണ്. അപ്പോൾ it is n factorial by R factorial already ഉണ്ടാവും into n minus R factorial. ഇതാണ് NCRന്റെ ഫോർമുല. അപ്പോൾ NCR is actually selection of n things, R things out of n things. NPR by R factorial or NCR. അപ്പോൾ whenever there is combination comes, whenever there is എന്താ പറയുക, സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സന്ദർഭം വരാം, എപ്പോഴെങ്കിലും സെലക്ഷൻ എന്നുള്ള വേർഡ് വരാം, അപ്പോഴൊക്കെ നിങ്ങൾ എന്താ ഉപയോഗിക്കേണ്ട? കോമ്പിനേഷൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ പറയാം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം 10 പേരിൽ നിന്ന് suppose there are 10 people, അല്ല suppose there are 15 people, 15 പേരുണ്ട്. അതിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കണം. How many ways selection is possible? From 15 people, 15 players. From 15 players, a cricket team has to be formed. A cricket team of 11 players has to be selected. Has to be selected. ഒന്നാമത്തെ ചോദ്യം, how many ways it can be formed? ഒന്ന് നിങ്ങൾ ഉത്തരം പറയൂ. ഒരു 15 പേരിലൊരു പ്ലേയേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കണം. ക്രിക്കറ്റ് ടീമിൽ 11 പേരാന്ന് എല്ലാവർക്കും അറിയാം. യു വാണ്ട് ടു മേക്ക് എ ക്രിക്കറ്റ് ടീം ഓഫ് 11 members. അപ്പോൾ സെലക്ഷനാണ്. യു ഹാവ് ടു സെലക്ട് 11 people from 15 people. How many ways selection possible? 15. What is the answer? 15C11 ways. ഓക്കെ അല്ലേ മക്കളെ? 15C11 ways അല്ലേ? 15C11ന്റെ വാല്യൂ എന്താ? 15C11ന്റെ വാല്യൂ 15 factorial divided by 11 factorial into 15 minus 11 factorial. വേണേൽ സിംപ്ലിഫൈ ചെയ്യാം. 15 11 factorial വെട്ടിപ്പോയാൽ 15 കൊണ്ട് പറയുന്നത് 1 തൊട്ട് 15 വരെ മൾട്ടിപ്ലൈ ചെയ്താണ്. 11 factorial 1 തൊട്ട് 15 വരെ മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പം എന്ത് ചെയ്താൽ 12 13 14 15 അല്ലേ? ഡിവൈഡഡ് ബൈ 4 factorial 24 അല്ലേ? അപ്പം വൃത്തി ഉണ്ടാവില്ല. 2 ഇവിടെ 7. അപ്പോൾ 7 × 13 × 14 വലിയ നമ്പറാണ്.
7 ഇൻറ്റു 13 ഇൻറ്റു 14 അല്ല 7 ഇൻറ്റു 13 ഇൻറ്റു 15 7 ഇൻറ്റു 15 105 ആവണം അല്ലേ 105 ഇൻറ്റു 13 എത്രയാ 65 13 ആൻസർ ഇസ് 1365 ആണോ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ Is it 1365? 15C11 1365 ആണോ മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ 12 ഇൻറ്റു 13 ഇൻറ്റു 14 ഇൻറ്റു 15 ബൈ 4 ഫാക്ടറിയൽ 4 ഫാക്ടറിയൽ എന്നാൽ 25 അല്ലേ അല്ലേ 24 അല്ലേ 12 will go 24 2 ways 2 7 ways 7 into 15 70 35 105 105 into 13 65 13 ശരിയാണ് 35 1365 ways right അതാണ് സെലക്ഷൻ അപ്പോൾ എപ്പോഴെങ്കിലും സെലക്ഷൻ വരുന്നോ നിങ്ങൾ NCR ഉപയോഗിക്കുക ഓക്കെ റൈറ്റ് അപ്പോൾ വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യണം പ്രോപ്പർട്ടീസ് ഓഫ് NCR പ്രോപ്പർട്ടീസ് ഓഫ് NCR പ്രോപ്പർട്ടീസ് ഓഫ് NCR NCRന് കുറേ സ്വഭാവമാണ് NPRന് സ്വഭാവം NPRനേക്കാളും കൂടുതൽ പ്രോപ്പർട്ടി NCRനുള്ളത് അതുകൊണ്ട് NCRന്റെ പ്രോപ്പർട്ടി കുറച്ചുകൂടി ശ്രദ്ധിച്ചു പഠിക്കണം ഈ N എന്താ പറയുക NCRല് ഈ N നാച്ചുറൽ നമ്പറാണ് ഇൻ NCRല് N നാച്ചുറൽ നമ്പറാണ് R is a whole number lying between 0 and n. ഇത് പെർമുട്ടേഷനും ബാധകമാണ് R ഒരിക്കലും n-നേക്കാൾ കൂടാൻ പാടില്ല R 0 ആവാം എന്ന് വെച്ചാൽ ഇപ്പോൾ 5C0 എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഓഫ് 0 തിങ്സ് ഫ്രം 5 തിങ്സ് 0 തിങ്സ് സെലക്ട് ചെയ്യുക പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാം നമ്മളെ മാത്തമാറ്റിക്സിൽ ഒന്നും ചെയ്യാതിരിക്കലും ഒരു വേ ആണ് മനസ്സിലായോ ഇപ്പം ചില എക്സാമിന് ഒന്നും ചെയ്യാം എല്ലാ ക്വസ്റ്റ്യനും വിടുക എന്ന് പറയുന്ന ഒരു വേ ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക പറയുന്നത് ഒരു വേ ആണ് ഒരു വഴിയാണ് ഒരു രീതിയാണ് ഒരു വേ ആണ് അപ്പോൾ 5C0 ഒരു വേ ആണ് ഓക്കെ അപ്പം ആ 5C0 പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് 0 തിങ്സ് ഫ്രം 5 തിങ്സ് ആണ് 5C1 പറഞ്ഞാൽ എന്താ അർത്ഥം നമ്പർ ഓഫ് വേസ് യു ക്യാൻ സെലക്ട് 1 തിങ് ഫ്രം 5 തിങ്സ് ആണ് 5C2 പറഞ്ഞാൽ എന്താ അർത്ഥം നമ്പർ ഓഫ് വേസ് യു ക്യാൻ സെലക്ട് 2 തിങ്സ് ഫ്രം 5 തിങ്സ് ആണ് 5C3 പറഞ്ഞാൽ എന്താ അർത്ഥം യു ക്യാൻ സെലക്ട് 3 തിങ്സ് ഫ്രം 5 തിങ്സ് ആണ് 5C4 പറഞ്ഞാൽ എന്താ അർത്ഥം നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ സെലക്ട് 4 തിങ്സ് ഫ്രം 5 തിങ്സ് ആണ് 5C5 പറഞ്ഞാൽ എന്താ അർത്ഥം നമ്പർ ഓഫ് വേസ് യു ക്യാൻ സെലക്ട് 5 തിങ്സ് ഫ്രം 5 തിങ്സ് ആണ് 5C6 എന്ന് പറയുന്നത് പോസിബിൾ അല്ല യു കനോട്ട് സെലക്ട് 6 തിങ്സ് ഫ്രം 5 തിങ്സ് അതുകൊണ്ടാണ് ഈ R n-നേക്കാൾ വലുതാവാൻ പാടില്ല പറയുന്നത് R ഷുഡ് ബി ഓൾവേസ് n ഓർ ലെസ് യു കനോട്ട് ടേക്ക് 100 തിങ്സ് ഫ്രം 10 തിങ്സ് യു ക്യാൻ ടേക്ക് 10 തിങ്സ് ഫ്രം 100 തിങ്സ് അല്ലേ വലുതെന്നല്ലേ ചെറുത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ n ഒരിക്കലും R-നേക്കാൾ കുറയാൻ പാടില്ല അതുപോലെ R ഒരിക്കലും n-നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ പ്രോപ്പർട്ടി മനസ്സിലായും വിചാരിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്പോൾ ഇതിൽ n നാച്ചുറൽ നമ്പർ ആവണം R 0 to n ആവാം R ഷുഡ് ബി എ ഹോൾ നമ്പർ R ഫ്രാക്ഷൻ ആവാൻ പാടില്ല n ഫ്രാക്ഷൻ ആവാൻ പാടില്ല R ഷുഡ് ബി എൻ ഇൻറ്റിജർ which ranges from 0 to n. ഓക്കെ അല്ലേ മക്കളെ രണ്ടാമത്തെ പ്രോപ്പർട്ടി NC0ന്റെ വാല്യൂ 1 ആണ് NCNന്റെ വാല്യൂ 1 ആണ് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി NC0ന്റെ വാല്യൂ 1 ആണ് NCNന്റെ വാല്യൂ 1 ആണ് ഓക്കെ മൂന്നാമത്തെ പ്രോപ്പർട്ടി NCR NCN-R സെയിം ആണ്
ഇത് വളരെ പ്രധാനമായിട്ടുള്ള റിസൾട്ടാണ്. NCRും NCN-Rഉം സെയിം ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. NCRും NCN-Rഉം സെയിം ആണ്. ഇതിന് പ്രൂഫ് വളരെ സിമ്പിളാണ്. എന്താ NCR പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ NCR പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ ആണ്. NCN-R പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു n-r ആണ്. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു n വെട്ടിപ്പോയ r ഫാക്ടോറിയൽ വരും. അത് NCR തന്നെയാണ്. ഇറ്റ്സ് എ പ്രൂഫ്. അപ്പോൾ NCRും NCN-Rഉം സെയിം ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പം 10C6ഉം 10C4ഉം സെയിം ആണ്. 10C6 അത് ആലോചിച്ചാൽ അറിയുന്ന ലോജിക്ക് നോക്കൂ. 10 ആൾക്കാരിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യുന്ന അതേ എഫക്റ്റ് അല്ലേ 10 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? 10 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാരെ സെലക്ട് ചെയ്താൽ ബാക്കി 6 ആൾക്കാരിൽ നിന്നുണ്ടാവും. അത് 6 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന മാതിരി അല്ലേ? അല്ലേ? അപ്പോൾ 10 ആൾക്കാരിൽ നിന്ന് 6 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും 10 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും നമ്പർ ഓഫ് വേസ് സെയിം ആണ് അല്ലേ? അപ്പം 100C2ഉം 100C98ഉം സെയിം ആണ്. 100C2ഉം 100C98ഉം സെയിം ആണ്. മനസ്സിലായോ? അതായത് എപ്പോഴെങ്കിലും NCRും NCSും ഈക്വൽ ആയാൽ ഒന്നുകിൽ ഇത് രണ്ടും ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇത് വരണം. കേട്ടോ? ആറും n-rഉം കൂടി കൂട്ടിയാൽ n വരില്ലേ? അതായത് എപ്പോഴെങ്കിലും NCRും NCSും ഈക്വൽ ആവുന്ന മുറയ്ക്ക് ഒന്നുകിൽ ആറും എസും ഈക്വൽ ആവണം, അല്ലെങ്കിൽ ആറും എസും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? NCRും NCN-Rഉം സെയിം ആണ്. NCRും NCN-Rഉം സെയിം ആണ്. 10C4ഉം 10C6ഉം സെയിം ആണ്. 8C2ഉം 8C6ഉം സെയിം ആണ്. 5C2ഉം 5C3ഉം സെയിം ആണ്. 100C4ഉം 100C96ഉം സെയിം ആണ്. NCRും NCN-Rഉം സെയിം ആണ്. NCRും NCSും സെയിം ആയാൽ ഒന്നെങ്കിൽ ആറും എസും സെയിം ആവണം, അല്ലെങ്കിൽ R+SCN ആവണം. ഇതാണ് ഈ പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, പഠിക്കണം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി NCRും NCR-1ഉം കൂടി കൂട്ടിയാൽ NCRും NCR-1ഉം കൂടി കൂട്ടിയാൽ n+1 CR വരും. NCR plus NCR-1 equals n+1 CR. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി തൊട്ടുള്ള എല്ലാ പ്രോപ്പർട്ടിയും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിറൈവ് ചെയ്യാം, 1-2 തവണ ഡിറൈവ് ചെയ്താൽ ഓർമ്മയുണ്ടാവും. NCR plus NCR-1 is n+1 CR. ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. പ്രൂഫ് ആവശ്യമില്ലെങ്കിലും ഞാൻ പ്രൂഫ് പറയാൻ പോവാണ്. ഇത് പ്രൂഫ് എങ്ങനെയാ വെച്ചാൽ LHS എടുക്കാം. LHS എന്താ? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ ആണ് അല്ലേ? NCR പറഞ്ഞാൽ അതല്ലേ? ഇതെന്താണ്? NCR-1 n ഫാക്ടോറിയൽ ബൈ r-1 ഫാക്ടോറിയൽ ഇൻറ്റു n-r-1. എന്താ n-r-1? n-r-1 ബ്രാക്കറ്റ്, ആ മൈനസ് ഉള്ളിലേക്ക് വരയ്ക്കുമ്പം n-r+1 ഫാക്ടോറിയൽ വരും. ഓക്കെ അല്ലേ? ഇതിൽ കോമൺ ഡിനോമിനേറ്റർ എടുക്കാം. അപ്പം നോക്കൂ, n ഫാക്ടറിൽ പുറത്തെടുക്കാം അല്ലേ? ഇതിലും n ഫാക്ടറിൽ ഉണ്ട്, ഇതിൽ n ഫാക്ടറിൽ ഉണ്ട്. ഇതിലിപ്പോൾ r ഫാക്ടറിൽ ഉണ്ട്, r-1 ഫാക്ടറിൽ ഉണ്ട്. അപ്പം പുറത്ത് എന്താ വരിക? r-1 ഫാക്ടറിൽ പുറത്തേക്ക് എടുക്കാം അല്ലേ? ഇവിടെ r ഫാക്ടറിൽ ഉണ്ട്, r-1 ഫാക്ടറിൽ ഉണ്ട്. r ഫാക്ടറിൽ നിന്ന് 1 തൊട്ട് 6 വരെ മൾട്ടിപ്ലൈ ആണ്. r-1 1 തൊട്ട് r-1 വരെ മൾട്ടിപ്ലൈ ആണ്.
അപ്പോൾ ആർ ഫാക്ടോറിയൽ ആകുമ്പോഴാണ് വാട്ട് ഇസ് ആർ ഫാക്ടോറിയൽ? 1 into 2 into 3 into etc. up to r ആണ്. ഇതിന്റെ ഇപ്പുറത്തെ ടേം ആണ് r minus 1. അപ്പോൾ r minus 1 ഫാക്ടറിനെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് r ഫാക്ടറിൽ വരിക. അപ്പോൾ ഇതിന്ന് r ഫാക്ടറിൽ പുറത്തെടുത്താൽ r ഫാക്ടറിൽ പുറത്തെടുക്കാം. ഇപ്പോൾ r minus 1 ഫാക്ടറിൽ r ഫാക്ടറിൽ r minus 1 ഫാക്ടറിൽ പുറത്തെടുക്കാം. പിന്നെ ഇവിടെ n minus r ഫാക്ടറിൽ ഉണ്ട്, ഇവിടെ n minus r plus 1 ഫാക്ടറിൽ ഉണ്ട്. n minus r plus 1 ഫാക്ടറിൽ നിന്ന് എന്താ? n minus r plus 1 ഫാക്ടോറിയൽ നിന്ന് എന്താ? 1 into 2 into 3 into etc. up to n minus r plus 1 ആണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഇപ്പോഴത്തെ ടേം n minus r ആണ്. അപ്പോൾ n minus r ഫാക്ടോറിയലിനെ n minus r plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് n minus r plus 1 ഫാക്ടറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ദിസ് ആസ്, അപ്പോൾ ഇതൊന്നും കൂടി കോമൺ ആയിട്ട് എന്തെടുക്കാം? n minus r ഫാക്ടറിൽ പുറത്തെടുക്കാം. അപ്പോൾ ഇത് പുറത്തെടുത്താൽ ഇത് പ്രൂഫ് വേണോ ചോദിച്ചാൽ വേണ്ട. പക്ഷെ പ്രൂഫ് ഒരു പ്രാവശ്യം ചെയ്താലേ നിങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രൂഫ് പഠിക്കണം കേട്ടോ. നിങ്ങൾ എൻട്രൻസ് കുട്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് പ്രൂഫ് പഠിക്കണം, എന്നാലേ അത് ദഹിക്കുള്ളൂ. n ഫാക്ടറിൽ പുറത്തെടുക്കുക, r minus 1 ഫാക്ടറിൽ പുറത്തെടുക്കുക, n minus r ഫാക്ടറിലും n minus r plus 1ലും കോമൺ ആയിട്ട് n minus r ഫാക്ടറിലാണ് പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ 1 ഉണ്ടാവും. ഇവിടെ n minus r ഫാക്ടറിൽ പുറത്തെടുത്തു, r ഫാക്ടറിൽ നിന്ന് r minus 1 ഫാക്ടറിൽ പുറത്തെടുത്തു, r ഫാക്ടറിൽ നിന്ന് r minus 1 ഫാക്ടറിൽ പുറത്തെടുത്തു. അപ്പോൾ r minus 1 ഫാക്ടറിൽ പുറത്തെടുത്താൽ ഇവിടെ r minus 1 ഉണ്ട്. ഇവിടെ n minus r ഉണ്ട്. അപ്പം r ഫാക്ടറിനെ r minus 1 ഫാക്ടറിൽ പുറത്തെടുത്താൽ r ഉണ്ടാവും ബാക്കി അല്ലേ, 1/r പ്ലസ് ഇവിടെ 1/r minus 1 ഫാക്ടറിൽ പുറത്തെടുത്തു, n minus r plus 1 ഫാക്ടറിനെ n minus r ഫാക്ടറിൽ പുറത്തെടുത്താൽ ബാക്കി ഇതുണ്ടാവും n minus r plus 1. ഇത് നിങ്ങൾക്ക് തോന്നും ഇത് വെറുതെ ബോറടിയാണല്ലോ, എന്തിനാ ഡെറിവേഷൻ? ഡെറിവേഷൻ പഠിക്കണം മക്കളെ. ഡെറിവേഷൻ പഠിച്ചാലേ നമുക്ക് മാത്സിനോട് ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ, ആ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് വരുള്ളൂ. മാത്സ് അല്ല, ഫിസിക്സ് ആണെങ്കിലും ഡെറിവേഷൻ പഠിക്കണം, കെമിസ്ട്രി ആണെങ്കിലും ഡെറിവേഷൻ പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഡോണ്ട് ബൈ ഹാർട്ട് എ റിസൾട്ട് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്താൽ ആ റിസൾട്ട് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല, പ്രോബ്ലത്തിൽ ഉപകാരം ഉണ്ടാവില്ല. റിസൾട്ട് എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡെറിവേഷൻ പഠിക്കണം എന്നാണ് ഞാൻ പറയുക. ഇനി നിങ്ങളുടെ ഇഷ്ടം. എനിവേ നിങ്ങൾക്ക് ഈ റിസൾട്ട് കയ്യിലുണ്ടായാലും മതി. അപ്പോൾ ഇത് n ഫാക്ടോറിയൽ ബൈ r minus 1 ഫാക്ടോറിയൽ ഇൻറ്റു n minus r ഇൻറ്റു n minus r ഫാക്ടോറിയൽ ഇൻറ്റു ഇത് LCM എടുക്കാം. ഇതിൽ കോമൺ ടേം r ഇൻറ്റു n minus r plus 1 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? n minus r plus 1 plus r. ഇതിൽ ഈ ആറും വെട്ടിപ്പോകും. അപ്പോൾ എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ് അല്ലേ. യു വിൽ ഗെറ്റ് എന്താ കിട്ടുക? ഇവിടെ n ഫാക്ടറിയൽ ഉണ്ടാവും, ഇവിടെ r minus 1 ഫാക്ടറിയൽ ഉണ്ട്, ഇവിടെ n minus r ഫാക്ടറിയൽ ഉണ്ട്, പിന്നെ ഇവിടെ n plus 1 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ r ഉണ്ട്, n minus r plus 1 ഉണ്ട് അല്ലേ. അപ്പോൾ n ഫാക്ടോറിയൽ ഇൻറ്റു n plus 1 വരും. n ഫാക്ടറിയൽ ഇൻറ്റു n plus 1 ആണ്, n plus 1 ഫാക്ടറിയൽ ആണ് അല്ലേ. 10 ഫാക്ടറിയൽ ഇൻറ്റു 11 എന്താ? 11 ഫാക്ടറിയൽ അല്ലേ. 9 ഫാക്ടറിയൽ ഇൻറ്റു 10 എന്താ? 10 ഫാക്ടറിയൽ അല്ലേ. 99 ഫാക്ടറിയൽ ഇൻറ്റു 100 എന്താ? 100 ഫാക്ടറിയൽ അല്ലേ. അതുപോലെ n ഫാക്ടറിയൽ ഇൻറ്റു n plus 1 എന്താ? n plus 1 ഫാക്ടറിയൽ. അതുപോലെ r minus 1 ഫാക്ടറിയൽ ഇൻറ്റു r എന്താ? r ഫാക്ടറിയൽ ആണ്. അതുപോലെ n minus r ഫാക്ടറിയൽ ഇൻറ്റു n minus r plus 1 എന്താ? n minus r plus 1 ഫാക്ടറിയൽ. ഇത് നത്തിങ് ബട്ട് n plus 1 CR ആണ്. നോക്കൂ, n plus 1 CRന്റെ വാല്യൂ എന്താ? n plus 1 ഫാക്ടറിയൽ ബൈ r ഫാക്ടറിയൽ ഇൻറ്റു n plus 1 മൈനസ് r ഫാക്ടറിയൽ. അതല്ലേ ഇത്? അപ്പോൾ അത് RHS ആണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ പ്രൂഫ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ആ റിസൾട്ട് കാണാതെ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. NCR plus NCR minus 1 equals n plus 1 CR. അപ്പം ഞാൻ 2-3 എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ എക്സാമ്പിളിൻ്റെ വേഗം ആൻസർ പറയൂ. എക്സാമ്പിൾ. വാട്ട് ഈസ്
10C5 plus 10C6. What is 10C5 plus 10C6? നോക്കൂ, തല സെയിം ആണ്, 10, 10. But 10C5 plus 10C6. What is the value of this? നോക്കൂ, ഇതാണ് NCR plus NCR minus 1 അല്ലേ? വലുത് വേണം. 10CR plus 10C5. ഇതാണ് R. ഇത് R minus 1 ആണ്. ആരെത്തി? അത് ശരിയാണോ? N+1 CR. N+1 CR അല്ലേ? NCR plus NCR minus 1 is N+1 CR. അപ്പൊ എന്തായിരിക്കും? ഇതാണ് R minus 1. നോക്കൂ, ഇവിടെ ഞാൻ തിരിച്ചെഴുതിയിട്ടുണ്ട്. ഇത് ചോദ്യം തിരിച്ചാ അല്ലേ? NCR plus NCR minus 1 ഇതെന്താ? 11C6 ആണ്. ഈ വാലിൽ വലുതാണ് വേണ്ടത്. ഓക്കെ, വെരി ഗുഡ് അല്ലേ? 10C5 plus 10C6 വാല്യൂ എന്താ? 11C6 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഐ തിങ്ക് ദിസ് ക്ലിയർ. 10C5 plus 10C6 is 11C6. ഒരു എക്സാമ്പിൾ കൂടി പറയണോ? രണ്ടാമത്തെ എക്സാമ്പിൾ 25C2 plus 25C1. What's the value? 25C1 plus 25C2 plus 25C1. തല സെയിം ആവണം, വാലിൽ 1 കുറവ്. അങ്ങനെയാണെങ്കിൽ തല +1 ഡിവൈഡഡ് ബൈ വലിയ വാല് അല്ലേ? ആൻസർ വിൽ ബി 26C2. വലിയ വാലാവണം കേട്ടോ. തലേനോട് 1 കൂട്ടാം, വലിയ വാല് താഴെ. ഓക്കെ, അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? NCRും NCN-Rഉം സെയിം ആണ്. NCRും NCSും ഈക്വൽ ആയ ഒന്നുകിൽ Rഉം Sഉം ഈക്വൽ ആവണം, അല്ലെങ്കിൽ R+S N ആവണം. അടുത്ത പ്രോപ്പർട്ടി NCR plus NCR minus 1 വാല്യൂ N+1 CR ആണ്. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി NCR by NCR minus 1. NCR by NCR minus 1 വാല്യൂ എന്താണ്? NCR by NCR minus 1 വാല്യൂ എന്താണ്? ഇതിന്റെ റിസൾട്ട് നിങ്ങൾ അങ്ങനെ പഠിക്കരുത്. ലെഫ്റ്റ് സൈഡ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ, റൈറ്റ് സൈഡ് നിങ്ങൾ പഠിക്കരുത്. റൈറ്റ് സൈഡ് കാണാതെ പഠിക്കരുത്. നോക്കൂ, NCR നോക്കൂ, തല സെയിം ആവണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് NCR by NCR minus 1. ഇതിൽ തല സെയിം ആണ്, വാലിൽ 1 കുറവ് താഴെ. ഇതാണ് വാലിൽ 1 കുറവ് താഴെ. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ആദ്യം എക്സാമ്പിൾ പറയാം. 2025 C26 divided by 2025 C എന്താവണം? കണ്ടോ, ഇവിടെ തല സെയിം ആണ്, വാലിൽ 1 കുറവ് താഴെ. താഴെ എന്താവണം? ഇവിടെ 26 ആണ്, അവിടെ 25 ആവണം. ഞാൻ പറയുന്നത് ഇതിന്റെ ഉത്തരം എന്താ അറിയാം? ഇതിന്റെ ഉത്തരം ഫോർമുല പ്രകാരം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. 2025 25 കുറയ്ക്കാം. എന്നിട്ട് ഇത് താഴെ എഴുതാം. ഇതാണ് അതിന്റെ ഉത്തരം. 2025 ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം, ഇത് താഴെ എഴുതാം. അപ്പൊ എന്തായിരിക്കും ഫോർമുല? പറയൂ, എന്തായിരിക്കും? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അപ്പൊ N minus R minus 1. അപ്പൊ N minus R plus 1 by R. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ 2000 by 2026 ആണ്. അപ്പൊ can you give the example? The example ആണ് example number 2. 1000 C11
by 1000 C10. എന്താ മക്കളെ ഇതിന്റെ വാല്യൂ? വേഗം പറയൂ. 1000 C11. വാലിൽ ഒന്ന് കുറവ് താഴെ വേണം. തല സെയിം ആണ്. അപ്പോൾ 1000 C11 by 1000 C10 വാല്യൂ എന്തായിരിക്കും മക്കളെ? ഒന്ന് പറയൂ. ഈ ലോജിക് ഉപയോഗിച്ചിട്ട് ഞാൻ പ്രൂഫ് പറയാം. ആദ്യം അത് ടെക്നിക്ക് മനസ്സിലാക്കും. 1000 C11 by 1000 C10 വാല്യൂ എന്താ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. 1000 minus 10, 990 divided by 11. Tishkum 90, right? ഭംഗിയില്ലേ ആൻസർ? 1000 minus 10 is 990. 990 by 11, 9. ഓക്കെ, അപ്പോൾ അതാണ് ലോ. അപ്പോൾ ഈ ലോ ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ദിസ് ഇസ് എ പെട്ടി. അഞ്ചാമത്തെ പെട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പെട്ടിയാണ്. പക്ഷേ റൈറ്റ് സൈഡ് ബൈ ഹാർട്ട് പഠിക്കരുത്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കും, ഇത് താഴെ എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് അത് പഠിക്കരുതെന്ന് പറയുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് അത് പഠിക്കരുത് പറയുന്നത് അറിയാം? നമുക്കിത് പല സന്ദർഭത്തിൽ പല രീതിയിൽ വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ പറയുമോ മക്കളെ? NCR+1 ആണെങ്കിൽ താഴെ എന്താ വരിക? NCR അല്ലേ വരിക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ? ഒന്ന് പറയൂ. ഈ ലോജിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറയൂ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം, N-R. ഇത് താഴെ എഴുതാം, R+1. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കാണാപ്പാടം പഠിച്ചാൽ കൺഫ്യൂഷൻ ആവില്ലേ? മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ. NCR+2 താഴെ എന്താ വരുന്നത്? NCR+1. ഇതേ ലോജിക് വെച്ചാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറയൂ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം, എന്താവും? N-R+1, N-R-1 by R+2. ഇതൊക്കെ വേറെ വേറെ പഠിക്കുകയാണെങ്കിൽ പ്രാന്താവില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ ഇതിന്ന് ചാടി പഠിക്കും. മനസ്സിലാവുണ്ടോ? ഇഫ് ദിസ് ഇസ് ഓക്കെ, പ്ലീസ് ഗിവ് ഇറ്റ് തംബ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഞാൻ പ്രൂവ് ചെയ്യാണ്. വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ്. ഞാൻ ഇത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ഞാനിത് പ്രൂവ് ചെയ്യണേ. ഞാൻ ഇപ്പോൾ ടെക്നിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യണം. വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ്. അപ്പോൾ ഈ പെട്ടി നിങ്ങൾ കാണാൻ പഠിക്കണേ. വാലിൽ ഒന്ന് കുറവ് താഴെ. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിലെ തല മൈനസ് വാല് ഡിവൈഡഡ് ബൈ മുകളിലെ വാല്. ഓക്കെ, ഇനി നമ്മൾ അതിൽ അത് പ്രൂവ് ചെയ്യാൻ പോകണം. വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ്. നല്ല നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുള്ളൂ. നോക്കാം, ഇത് പ്രൂവ് ചെയ്യണേ. NCR by NCR-1 വാല്യൂ എന്താണെന്ന് പറയാൻ പോകണം. എന്താ അതിന്റെ വാല്യൂ? N-R+1 by R ആണ് റൈറ്റ് സൈഡ് കിട്ടുന്നത്. നോക്കാം, വാട്ട് ഇസ് ലെഫ്റ്റ് സൈഡ്? എന്താ NCRന്റെ വാല്യൂ പറയൂ? N ഫാക്ടോറിയൽ by R ഫാക്ടോറിയൽ into N-R ഫാക്ടോറിയൽ whole divided by NCR+1. What is NCR+1? N factorial by R+1 factorial into N-R -R-1. What is N-R-1? N-R+1. റെഡി അല്ലേ? ഓക്കെ, ഇനി ഞാൻ അത് സിംപ്ലിഫൈ ചെയ്യാണ്. അത് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾ ആദ്യം നിങ്ങൾ ഇത് വെട്ടിക്കോളൂ. എൻഫാക്റ്റിലും വെട്ടിക്കോളൂ. പിന്നെന്താ വെട്ടാൻ പറ്റുക? മക്കളെ? ഇവിടെ R+1 അല്ല അല്ലേ? ഇവിടെ R-1 അല്ലേ? എന്താന്ന് പറയാത്ത? ഇവിടെ R-1. N factorial by R-1 factorial into N-R+1 factorial. റൈറ്റ്? ഓക്കെ, ഇനി വെട്ടിക്കളയാണേ. നോക്കൂ, വെട്ടി നോക്കിക്കോളൂ. ഈ R ഫാക്ടറിലും R-1 ഫാക്ടറിൽ വെട്ടിയാൽ ഇവിടെ R ബാക്കി ഇടും. റെഡി അല്ലേ? ഇനി N-R ഫാക്ടറിൽ വെട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. N-R ഫാക്ടറിൽ വെട്ടിയാൽ ഇത് വെട്ടാണ്. ഇതും വെട്ടിയാൽ ഇവിടെ ബാക്കി ഇടും. റെഡി അല്ലേ? അപ്പൊ എല്ലാം റെഡി ആയില്ലേ? അപ്പൊ ഇത് താഴേന്ന് മുകളിലേക്ക് പോകും. ആൻസർ വിൽ ബി N-R+1 by R. Hence the proof.
Hope it is clear. Clear ആണോ? Is that clear? അപ്പോൾ n minus NCR by NCR minus 1 equals n minus R plus 1 by R. Okay. ഇതാണ് അവസാനത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ക്ലിയർ ആവണം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയൂ. അവിടെ പ്രോപ്പർട്ടീസ് ഓഫ് NCR എല്ലാം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി വിട്ടിട്ട് പഠിച്ചാൽ മതി. ഇതാ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? NCRും NC(n-R)ഉം ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ NCRും NCSും ഈക്വൽ ആയ ഒന്നുകിൽ Rഉം Sഉം ഈക്വൽ ആവണം, അല്ലെങ്കിൽ R plus SC N ആവണം. അതിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? NCRും NCR-1 കൂടി കൂട്ടിയാൽ N+1 CR ആണ്. അതിൽ എക്സാമ്പിൾസ് പറഞ്ഞു, അതിൽ പ്രൂഫ് പറഞ്ഞു. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താ? NCR by NCR-1 N+1 N-R+1 N-R+1 by R ആണ്. അത് നമുക്ക് ഇങ്ങനെയും എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതിന്റെ റൈറ്റ് സൈഡ് ബൈ ഹാർട്ടായിട്ട് പഠിക്കരുത്. ഒരു കാര്യം മാത്രമേ, അല്ലെങ്കിൽ ഒരേപോലെ തലയാവണം. ഡിനോമിനേറ്റർ ഈ വാലിൽ ഒന്ന് കുറവ് താഴെയാണെങ്കിൽ ആൻസർ ഇസ് താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള തല മൈനസ് വാല് ഡിവൈഡഡ് ബൈ മുകളിലത്തെ വാല്. അതാണ് ഉത്തരം. ഐ തിങ്ക് ദിസ് ക്ലിയർ. അതോടുകൂടി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പോകണം. വി ആർ ഗോയിങ് ടു ഡു ദ പ്രോബ്ലംസ്. ഓക്കെ. ഇതിൽ ഞാൻ കീ ആയിട്ടുള്ള 2-3 ചോദ്യം ഇന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ കീ ആയിട്ടുള്ള 2-3 ചോദ്യം ഇന്ന് ചെയ്യാൻ പോകണം. വളരെ കീ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ കുറച്ചു പോയി പറഞ്ഞു. ആദ്യത്തെ ചോദ്യം, there are 15 players. കുറച്ചു പോയി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഞാൻ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്ത് ചോദിക്കുകയാണ്. There are 15 players. A cricket team has to be selected. ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കണം. A cricket team has to be selected. നമ്മൾ മുമ്പേ ഒരു ചോദ്യം ചെയ്തു, ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഡൺ. അപ്പോൾ ക്രിക്കറ്റ് ടീമിൽ 11 പേരാ ഉണ്ടാവുക, 15 C11 വേസ്. അപ്പോൾ നമ്മൾ ചെയ്തു. ആൻസർ 1365 നമ്മൾ ചെയ്തു. ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഡൺ. കുറച്ച് കണ്ടീഷൻസ് ആണ്. ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഡൺ. So that ഒന്നാമത്തെ ചോദ്യം, one particular player is always selected. അങ്ങനെ ഉണ്ടാവില്ലേ? ഭയങ്കര നന്നായിട്ട് കളിക്കുന്ന കളിക്കാരെ ഉണ്ടാവില്ലേ? അയാളെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ എന്തായാലും ടീമിലുണ്ടാവും അല്ലേ? എന്താ പറയാ, ഏറ്റവും നല്ല പ്ലെയറുടെ പേരിൻ്റെയൊക്കെ ഓർമ്മയില്ല, വരുന്നില്ല. എന്താണ് നമ്മളെ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നല്ല പ്ലെയറുടെ പേരെന്താ? അയ്യോ എനിക്ക് വയ്യ, മറന്നുപോയി. ഒരാൾ പറയൂ. സച്ചിൻ കഴിഞ്ഞില്ലേ, കുറെ മുമ്പേത്തല്ലേ സച്ചിൻ റിട്ടയർ ചെയ്തില്ലേ? ഇപ്പോഴത്തെ വലിയ ആളാരാ? അജു. സച്ചിന് രാഹുൽ ദ്രാവിഡ് കുംബ്ലേക്കുള്ളപ്പോൾ ഞാൻ രോഹിത് ശർമ്മേനെ എന്തായാലും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹി ഈസ് ഓൾവേസ് ഇൻ ദ ടീം. കോഹ്ലി വെരി ഗുഡ്. ഞാൻ അതാ ഉദ്ദേശിച്ചത്, കോഹ്ലിനെ ഉദ്ദേശിച്ചത്. അപ്പം അയാൾ എന്തായാലും ടീമിലുണ്ട്. ദർ ഇസ് നോ എന്താണ് നീഡ് ടു സെലക്ട് ഹിം. ദർ ഇസ് നോ നീഡ് ടു സെലക്ട്. ഹി ഈസ് ഓൾവേസ് ഇൻ ദ ടീം. അയാൾ ടീമിലുണ്ട്. അപ്പോൾ 15 ആൾക്കാർ ലിസ്റ്റിലുണ്ട്. അതിൽ 11 പേരെ ചൂസ് ചെയ്യണം. അതിൽ ഒരാൾ എന്തായാലും ടീമിലുണ്ട്. ദർ ഇസ് നോ നീഡ് ടു സെലക്ട് ഹിം. ഹൗ മെനി സെലക്ഷൻ ഇസ് പോസിബിൾ? How many ways selection is possible? How many ways a cricket team can be made so that one particular player is always included? എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? ഒരാൾ എന്തായാലും ടീമിലുണ്ടല്ലോ. അപ്പൊ വി നീഡ് ഒരാൾ എന്തായാലും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്താൽ മതി? ആകെ 11 പേരെ വേണ്ടത്. അപ്പൊ ഒരാളെ എന്തായാലും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി 10 പേരെ സെലക്ട് ചെയ്താൽ മതി. ഫ്രം 14 people.
ആകെ 15 പേരാണ്. അതിൽ ഒരാളാണ് കോഹ്ലി. അപ്പം കോഹ്ലിനെ ഓൾറെഡി സെലക്ട് ചെയ്തു. അപ്പം 14 പേരുണ്ട്. 14 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? അതെ, 15 സീറ്റിനല്ല, 14 സീറ്റ്. വെരി ഗുഡ്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? 14 seated. And 14 seated is 14C4. Right? 14 seated is 14C4. And 14C4, നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കരുത്. 14C4ന്റെ ഫോർമുല നിങ്ങൾ സാധാരണ ഫോർമുല ഉപയോഗിക്കുക 14 factorial by 4 factorial 10 factorial അങ്ങനെ ചെയ്യരുത്. ഡോണ്ട് യൂസ് ദാറ്റ് ഫോർമുല. നിങ്ങൾ ഫോർമുല എങ്ങനെയാ ചെയ്യാം? 14 factorial by 10 factorial into 14 minus 10. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്താൽ മതി? 14 into 4 ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യും. 14 into 13 into 12 into 11. ഇതായിരുന്നു പെർമുട്ടേഷൻ ആകുമ്പോൾ നമ്മൾ ചെയ്യാം. ഡിവൈഡഡ് ബൈ 4 ഉള്ളതുകൊണ്ട് 1 into 2 into 3 into 4. ഇങ്ങനെയാണ് പെർമുട്ടേഷൻ കോമ്പിനേഷൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 14C4 എന്ന 14 into 13 into 12 into 11 by 1 into 2 into 3 into 4 ചെയ്താൽ മതി. അതല്ലേ എളുപ്പം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ മക്കളെ എന്ന് പറയൂ. 4 3 12 പോവും. ഇവിടെ 2 ഇവിടെ 7 times പോവും. 77 13 77 7 3 is 21 1 carry 2 91 91. What is the answer? 1001 ways. ഓ ഭംഗിയുള്ള ആൻസർ ആണല്ലോ അല്ലേ? 1 person is always included, right? Right. രണ്ടാമത്തെ ചോദ്യം ബി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരുന്നു മക്കളെ? ഇതിന്റെ ആൻസർ ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ ആൻസർ മാത്രം എഴുതാണേ. വാട്ട് ഇസ് ആൻസർ? നിങ്ങൾ ചെയ്യണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഞാൻ ആൻസർ മാത്രം എഴുതാണ്. ആൻസർ ഇസ് 1001 ways. ഞാൻ ഇത് ലിസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ചോദ്യം. How many ways one particular player is always excluded? ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ കളഞ്ഞു, എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പൊ ഒരാളെ കളഞ്ഞു, അയാൾ എന്തോ എന്താ പറയാ വാതുവെപ്പോ എന്തോ ഒരു വൃത്തികേട് കാണിച്ചു, അല്ലെങ്കിൽ കളി നന്നല്ല, കളി നന്നല്ല, അല്ലെങ്കിൽ സ്വഭാവം നല്ലല്ല, എന്തോ കാരണം കൊണ്ട് അയാളെ പുറത്താക്കി. അപ്പോൾ ശരി, വെരി ഗുഡ്. 15 ആൾക്കാരിൽ നിന്ന് ഒരാളെ പുറത്താക്കിയപ്പോൾ 15 പേരേ ഉള്ളൂ, 14 പേരേ ഉള്ളൂ. 14 പേരിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്യണം. അപ്പൊ ആൻസർ ഇസ് എന്താ? ആൻസർ 14C11. എന്താ 14C11ന്റെ വാല്യൂ മക്കളെ? ഇസ് ഈക്വൽ ടു, ഇപ്പൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. ഞാനിത് എഴുതുന്ന ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ആൻസർ എഴുതിയാൽ പോരാ, ആ പ്രോപ്പർട്ടി പഠിക്കണം. 14C11 എന്ന് പറഞ്ഞാൽ 14C3 ആണ്. ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കണം? നമ്മള് പ്രോപ്പർട്ടി എടുത്ത് ഉപയോഗിച്ചാലേ പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടാവുള്ളൂ. പ്രോപ്പർട്ടിയുടെ മുകളിലായിരിക്കും പലപ്പോഴും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യന്റെ പിടുത്തം. Well, 14C11 can be written as 14C3. I think you understood that, because NCR equals NCN minus R. So 14C3. Now what is 14C3? It is 14 into ഇങ്ങനെ തന്നെ പഠിക്കാം. 3 തവണ കൺസിക്യൂട്ടീവ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. 14 into 13 into 12 divided by 1 into 2 into 3. ഓക്കെ അല്ലേ? എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ല ഡിവൈഡ് ചെയ്യാം. 6 ഇവിടെ 2 പ്രാവശ്യം പോവും. 28 into 13 എത്രയാ? അല്ലേ? ശരിയല്ലേ? 14 into 13 into 12 by 1 into 2 into 3. ശരിയല്ലേ? അപ്പം
6 2 പ്രാവശ്യം പോകും. അപ്പോൾ 14 ഇൻറ്റു അല്ല 28 ഇൻറ്റു 13 ചെയ്താൽ മതി. 8 3 24 carry 2 3 2 6 2 8 പിന്നെ 28. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 364 ആണോ? അപ്പോൾ അതാണ് ആൻസർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഞാൻ ആൻസർ മാത്രം എഴുതാണ്. ആൻസർ ഇസ് 364 ways. I hope it is clear to you. 364 ways. Okay, very good. ഇനി ബി, ഇതൊക്കെ എന്താണ് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യൂ. അടുത്ത ചോദ്യം, 1 player is included. ഒരു പ്ലെയർ ഇൻക്ലൂഡിങ് ചെയ്തു. 1 player is included and another player is, and another particular player is, one particular player is included. One particular player is included and another particular player is excluded. ഒരാളെ എടുക്കുകയും ചെയ്തു, വേറൊരാളെ പുറത്താക്കുകയും ചെയ്തു. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അജു സെഡ് ക്ലിയർലി. ഒരാളെ എടുത്തു, ഒരാളെ പുറത്താക്കി. അപ്പോൾ 15 പേരിൽ നിന്ന് ഒരാളെ എടുത്തു. അപ്പോൾ 14 പേരുണ്ട് ലിസ്റ്റിൽ. അതിൽ ഒരാളെ പുറത്താക്കി. 13 പേരുണ്ട് ലിസ്റ്റിൽ. നമുക്കിനി എത്ര ആൾക്കാരെ വേണം? ഒരാളെ എടുത്തിട്ടുണ്ടല്ലോ, 11 ആൾക്കാരിൽ ഒരാളെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 10 ആളെയാണ് വേണ്ടത് ഫ്രം 13 ആൾ. അപ്പോൾ 13 ആൾക്കാരിൽ നിന്ന് 10 ആൾക്കാരെ ചൂസ് ചെയ്യാം. The answer will be, what is the answer? You need select 13, you need select 10 people from 13 people. 10 ആൾക്കാരെ 13 ആൾക്കാരിൽ നിന്ന് ചൂസ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ 13C10ന്റെ വാല്യൂ എന്താ? 13C3 ആണ്. 13C3യുടെ വാല്യൂ എന്താ? 13 into 12 into 11 ആണ്. ബൈ 1 into 2 into 3 ആണ്. 1 into 2 into 3 ആണ്. ഇത് 6 ആണ്. 6 ആകുമ്പോൾ 2 പോവും അല്ല, 2 പ്രാവശ്യം പോവും. 6 2 12 ആണ്. 22 ആണ്. അപ്പോൾ 26 വരും. ശരിയാണ്. 286. വെരി ഗുഡ്, വെരി ഗുഡ്. 286. അടിപൊളി. ആൻസർ ഇസ് 286. ways, right? സിമ്പിൾ ചോദ്യമല്ലേ മക്കളെ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഒരു ചോദ്യം കൂടി ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാ ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് NCERTയിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ചോദ്യം. സപ്പോസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് 2 parts. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എ ക്വസ്റ്റ്യൻ പേപ്പർ contains 2 parts. Part A and part B. Containing 5 questions. Containing 5 questions each. അപ്പോൾ ഇവിടെയും 5 questions ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ പറയുന്നത് ചിത്രപ്രകാരം പറയാണ്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ 1 2 3 4 5 questions. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പാർട്ട് എയിലും 5 ചോദ്യമുണ്ട്, പാർട്ട് ബിയിലും 5 ചോദ്യമുണ്ട്. ഒരു കാൻഡിഡേറ്റ് has to select a candidate has to select 8 questions. 8 ചോദ്യമുണ്ട്. 8 questions. Choosing not more than 4 questions from
each part. How many ways a question paper can be done? How many ways the question paper can be done? ഈ ക്വസ്റ്റ്യൻ വളരെ ടിപ്പിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയും പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ 5 ചോദ്യമുണ്ട്, പാർട്ട് ബിയിൽ 5 ചോദ്യമുണ്ട്. ഞാൻ ഇതിന്റെ ഹിന്റ് തരലോ, നാളത്തേക്ക് നിങ്ങൾ ചെയ്തിട്ട് വരണം. ഞാൻ ഹിന്റ് തരലോ, യു മസ്റ്റ് ഗീവ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. പാർട്ട് എയിൽ 5 ചോദ്യമുണ്ട്, പാർട്ട് ബിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യണം അതിനെ പറ്റിയിട്ട്. ഒരു കാൻഡിഡേറ്റിന് ആകെ 8 ചോദ്യം ചെയ്താൽ മതി. ഹി ഹാഡ് ടു സെലക്ട് ഓൺലി 8 ക്വസ്റ്റ്യൻസ്. പക്ഷേ ഒരു നിർബന്ധമുണ്ട്, എന്താ, 4ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇയാൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹിന്റ് ആണ് ഇത്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. യു ഹാവ് ടു ഡു ദിസ് ആസ് ഹോംവർക്ക്. ഇതിന്റെ ഹിന്റ് ആണ്. ഞാൻ ഹിന്റ് തരാം. ഇതാണ് പാർട്ട് എ, ഇതാണ് പാർട്ട് ബി. പാർട്ട് എയിൽ 5 ചോദ്യമുണ്ട്, പാർട്ട് ബിയിലും 5 ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം എത്ര ചോദ്യം ചെയ്യാൻ പാടുള്ളൂ? 4ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇയാൾക്ക് എങ്ങനെയൊക്കെ സെലക്ഷൻ പാടുള്ളൂ? 4 പറ്റും അല്ലേ? 4 അല്ല 5 8 ചോദ്യം ചെയ്താൽ 4 പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അത് പറ്റില്ല. 8 ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. 6 ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഇറ്റ് ഇസ് 6 ക്വസ്റ്റ്യൻസ്. ഇവിടെ 6 ആയിക്കോട്ടെ. 6 ക്വസ്റ്റ്യൻസ് ചൂസിങ് നോട്ട് മോർ ദാൻ 4 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് പാർട്ട്. അപ്പൊ ആകെ 6 ചോദ്യം ചെയ്യേണ്ടി. സപ്പോസ് ഒരു കാൻഡിഡേറ്റിന് ആകെ 6 ചോദ്യം ചെയ്താൽ മതി. പക്ഷെ 4ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു പാർട്ടിന് ചെയ്യരുത്. ഓക്കെ, അപ്പൊ 4ഉം 2ഉം ആവാം അല്ലേ? 4 ക്വസ്റ്റ്യൻസ് പാർട്ട് എന്നും 2 ക്വസ്റ്റ്യൻസ് പാർട്ട് ബി എന്നും ആവാം. അല്ലെങ്കിൽ 3ഉം 3ഉം ആവാം. അല്ലെങ്കിൽ 2ഉം 4ഉം ആവാം. പക്ഷെ 5ഉം 1ഉം ആവാൻ പാടില്ല. കാരണം എന്താ? 4ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആകെ ഇതേ ഉള്ളൂ. ഇതിലും 5 ചോദ്യമാണുള്ളത്, ഇതിലും 5 ചോദ്യമാണുള്ളത് അല്ലേ? അപ്പൊ ഇത് എക്സ് വേസ് ആണ്, ഇത് വൈ വേസ് ആണ്, ഇത് സെഡ് വേസ് ആണെങ്കിൽ വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് മക്കളെ? അപ്പൊ എന്ന് 4, ബിന്ന് 2 ഇങ്ങനെയാവാം. ദാറ്റ് ഈസ് എക്സ് വേസ്. എന്ന് 3, ബിന്ന് 3 വൈ വേസ്. എന്ന് 2, ബിന്ന് 4 സെഡ് വേസ്. വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ്? ഒന്ന് വേഗം പറയൂ. എക്സ് വേസ്, വൈ വേസ്, സെഡ് വേസ് ആണ്. വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ്? ഒന്നുകിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. അല്ലെങ്കിൽ ആണെങ്കിൽ പ്ലസ് സി അല്ലേ വേണ്ട? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി എക്സ് എങ്ങനെയാ കാണാം? ഈ എക്സ് എന്താ? 4 എണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യണം. 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലേ? 5C4 ആണ്. 5 നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാൻ 5C2 വേസ് ആണ്. അപ്പൊ വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദിസ് ക്യാൻ ഹാപ്പൻ? 5C4 into 5C2. അപ്പൊ എക്സ് എന്താ? 5C4 into 5C2 ആണ്. അതാണ് എക്സ്. വൈ എന്താ? 5C3 into 5C3 ആണ്. സെഡ് എന്താ? 5C2 into 5C4 ആണ്. വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇതൊന്ന് അടുത്ത ദിവസത്തേക്ക് ചെയ്തിട്ട് വരാം. ഐ തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവര് പറ്റില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പറ്റുമെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് തമ്പ് വരാം. എന്നിട്ട് അടുത്ത ദിവസം പൂജ ഹോളിഡേയ്സ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തിട്ട് പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ്, നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എല്ലാവരും പഠിക്കട്ടെ. ഒരുവിധം എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ അടുത്ത ആഴ്ച. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ ഇൻ ദ വാട്സപ്പ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ മതി. ഐ വിൽ ബി റെസ്പോണ്ടിങ്. ഓക്കെ, താങ്ക് യു.